എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 7-ാം വാക്യം വായിക്കും. मत्ती रचित समाचार 10वां अध्याय 7वां पद पढ़ेंगे. और चलते चलते प्रचार कर कहो कि स्वर्ग का राज निकट आ गया है. നിങ്ങൾ പോകുമ്പോൾ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. परमेश्वर के पवित्र नाम की महिमा हो. കൺവെൻഷന്റെ 3-ാം ദിനത്തിനായി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. इस सम्मेलन के तीसरे दिन के लिए मैं परमेश्वर का धन्यवाद करता हूँ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. इस सम्मेलन में आए हुए सारे भाई बहनों को हम प्रेम से अभिनंदन करते हैं. ദൈവത്തിന്റെ വചനത്താൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെ ഉയർപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. वचन से और पवित्र आत्मा से परमेश्वर आपके शरीर, जीवन और मन को जिलाने के लिए हम प्रार्थना करते हैं. യേശുക്രിസ്തു 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത് അവരെ അയക്കുമ്പോൾ ചില നിർദ്ദേശങ്ങൾ നൽകി അയക്കുന്നതായി यीशु കാണുന്നു. मसीह 12 चेलों को चुन करके जब उनको उनकी सेवकाई के लिए भेजा जा रहा था, कुछ निर्देश, कुछ दायित्व उनको दिया हम देखते हैं. നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. उनसे कहा गया कि चलते चलते ये प्रचार करो कि स्वर्ग का राज निकट है. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ ചുമതലപ്പെടുത്തിയതായി കാണുന്നു. यहाँ हम देखते हैं कि यीशु मसीह अपने चेलों को परमेश्वर के राज के बारे में प्रचार करने के लिए जिम्मेदारी दिया. വേദപുസ്തകം പഠിക്കുമ്പോൾ നിഴലായും പൊരുളായുമുള്ള സത്യങ്ങൾ പഠിക്കുമ്പോൾ ദൈവരാജ്യം ഒരു വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമായി കാണാൻ കഴിയും. जब हम धर्मशास्त्र को पढ़ते हैं, वो चाहे सच्चाई के तौर पर या छाया के तौर पर परमेश्वर का राज एक यथार्थ है, एक सच्ची बात है करके हम जानते हैं. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ആ ദൈവരാജ്യത്തെ അവകാശമാക്കി അതിൽ വാഴുവാനായിട്ടാണ്. परमेश्वर ने मनुष्यों की सृष्टि भी इसलिए किया है कि परमेश्वर के राज्य में रहे और वहां वो अधिकार चलाए. പക്ഷേ പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട് പാപം ചെയ്ത മനുഷ്യന് ദൈവരാജ്യം നഷ്ടമായി. लेकिन शैतान के हाथों से चालाकी के द्वारा धोखा खा करके उस परमेश्वर के राज्य से मनुष्य गिर गया. മനുഷ്യവർഗത്തെ സാത്താൻ തന്റെ സാമ്രാജ്യത്തിന്റെ അടിമകളും പ്രജകളുമാക്കി മാറ്റി. और मनुष्य जाति के लोगों को शैतान ने अपनी प्रजा और अपनी जाति के लोग होकर बना दिया. യേശുക്രിസ്തു സാക്ഷാൽ ദൈവമായിരുന്നവൻ മനുഷ്യാവതാരത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സാത്താന്യ സാമ്രാജ്യത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ വിടുവിക്കുന്നതായി കാണുന്നു. हम देखते हैं कि यीशु मसीह जो साक्षात परमेश्वर का पुत्र था, मनुष्य का अवतार लेकर संसार में आया और शैतान के वंश से लोगों को छुड़ाते हुए हम देखे हैं. വിടുവിക്കുക മാത്രമല്ല ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നു. सिर्फ छुड़ाया इतना नहीं, लेकिन उन सारे लोगों को परमेश्वर के राज के अनुभव में भी लेके आया. ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ ദൈവരാജ്യത്തെ കരസ്ഥമാക്കണം എന്നുള്ളതാണ്. परमेश्वर मनुष्यों के बारे में यही चाहता है कि वो परमेश्वर के राज्य में राज्य को प्राप्त करे. ദൈവരാജ്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനെ 3 അനുഭവങ്ങളായി തിരിച്ചു പഠിപ്പാൻ കഴിയും. और परमेश्वर की राज के बारे में जब हम पढ़ते हैं, 3 अनुभव में उसको अलग अलग विभाजित होकर हम पढ़ सकते हैं. ഒന്ന്, ഈ ഭൂമിയിൽ വെച്ച് മനുഷ്യൻ അനുഭവമാക്കുന്ന ആത്മീകമായ ദൈവരാജ്യം. पहला है इस संसार में अनुभव करने वाला आत्मिक परमेश्वर का स्वर्ग राज्य. 2, യേശുക്രിസ്തു രാജാവായി ഈ ഭൂമിയെ 1000 ആണ്ട് വാഴുന്ന 1000 ആണ്ട് വാഴ്ച എന്ന ദൈവരാജ്യം. दूसरा है यीशु मसीह राजा होकर एक संसार में 1000 साल राज करेगा, वो 1000 साल का राज्य. മൂന്നാമതായി ഈ ആകാശവും ഭൂമിയും മാറ്റപ്പെട്ട ശേഷം ദൈവം സ്ഥാപിക്കുന്ന നിത്യരാജ്യത്തിൽ ദൈവത്തോടുകൂടെ മനുഷ്യൻ വാഴുന്ന അനുഭവം. और तीसरा है आकाश और पृथ्वी टल जाने के बाद परमेश्वर के द्वारा चलाया जाने वाला सनातन का यानी नित्य राज्य. സകല മനുഷ്യരും ഈ 3 അനുഭവങ്ങളെ കരസ്ഥമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. सारे मनुष्य के लोग ये तीनों अनुभव को प्राप्त करने के लिए परमेश्वर चाहता है. സാത്താൻ മനുഷ്യന്റെ ജീവിതത്തെ നരകതുല്യമാക്കി മാറ്റുന്നു. और शैतान जो है मनुष्य के जीवन को नरक तुल्य करके बदल देता है. ഓരോ പാപവും ചെയ്യുന്തോറും നിങ്ങളുടെ ജീവിതം നരക സമാനമായി മാറ്റപ്പെടുകയാണ്. एक एक पाप करने के द्वारा आपका जीवन जो है नरक तुल्य हो जाता है. എന്നാൽ ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ഒരു ദൈവരാജ്യത്തിന്റെ അവസ്ഥയിലേക്ക് മനുഷ്യന് വന്നുചേരാൻ കഴിയും. और इसलिए इस संसार में रहते हुए परमेश्वर के राज में आने का एक अनुभव हो सकता है. ആ അനുഭവത്തെയാണ് ആത്മീക ദൈവരാജ്യം എന്ന് പറയുന്നത്. उसी को आत्मिक परमेश्वर का राज होकर हम कहते हैं. അതിനെ 2 നിലകളിൽ നമുക്ക് ചിന്തിപ്പാൻ കഴിയും. उसको 2 तरफ से हम सोच सकते हैं. ഒന്ന്, മനുഷ്യൻ വന്നു ചേരുന്ന ആ ആത്മീക ദൈവരാജ്യത്തിന്റെ
രാജ്യത്തിന്റെ അനുഭവം, എക്സ്പീരിയൻസ്. और वही है जो परमेश्वर के राज्य में आने का अनुभव. രണ്ട്, ആത്മീക ദൈവരാജ്യമായ ദൈവസഭ. और दूसरा है आत्मिक जो राज्य होकर के जो परमेश्वर की कलीसिया है. ഒന്നാമത്തെ അനുഭവമായ ഈ അനുഭവം പ്രാപിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലാണ്. और पहली जो अनुभव जो है वो पवित्र आत्मा के अभिषेक से हम प्राप्त करते हैं. ഈ അനുഭവം പ്രാപിക്കുവാൻ ആദ്യമായി ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കപ്പെടണം. पहली बात, इस अनुभव प्राप्त करने के लिए अंधकार के वश में से हमें छुड़ाया जाना है. മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ ഒരുവൻ പ്രാപിക്കുമ്പോൾ ഈ അനുഭവത്തിൽ വന്നു ചേരുന്നു. और जो एक व्यक्ति जो है पवित्र आत्मा का अभिषेक जब प्राप्त कर लेता है तो वो व्यक्ति इस अनुभव में आ जाता है. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്നതിന് മുൻപേ രണ്ട് അനുഭവങ്ങൾ ബൈബിൾ പറയുന്നു. लेकिन पवित्र आत्मा का अभिषेक पाने के पहले दो अनुभव धर्मशास्त्र कहता है. ഒന്ന് പുതുതായ ജനനം. वो है नया जन्म. യേശുക്രിസ്തു പറയുന്നു, പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. और परमेश्वर प्रभु कहते हैं कि यो सच सच कहता हूं कि यदि परमेश्वर जो जल से न जन्मे वो परमेश्वर के नया जन्म न करे वो परमेश्वर के राज को देख नहीं सकता. പുതുജനനത്തിലൂടെ ആ ദൈവരാജ്യത്തിന്റെ അനുഭവത്തെ കാണാം, പക്ഷെ അനുഭവമാക്കാൻ പറ്റില്ല. नया जन्म के अनुभव से परमेश्वर के राज को देख सकते हैं, प्रवेश नहीं कर सकते हैं. അത് അനുഭവമാക്കുവാൻ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. उसको अनुभव प्राप्त करने के लिए जल से और आत्मा से जन्म लेना है. വെള്ളത്താൽ ജനിക്കുക എന്ന് പറയുന്നു വിശ്വാസ സ്നാനത്തെ കാണിക്കുന്നു. और जल से जन्म लेना बोलने से वो विश्वास की बपतिस्मा को देखते हैं. ആത്മാവിനാൽ ജനിക്കുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാ അഭിഷേകത്തെ കാണിക്കുന്നു. और आत्मा से जन्म लेना मतलब पवित्र आत्मा के अभिषेक को प्राप्त करना है. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ഒരു ദൈവരാജ്യത്തിന്റെ അന്തരീക്ഷത്തിൽ വന്നു ചേരുവാൻ കഴിയും. पवित्र आत्मा के द्वारा इस संसार में रहते हुए परमेश्वर के राज्य में आने का एक अनुभव हम में प्राप्त हो जाता है. അഭിഷേകം പ്രാപിച്ച എല്ലാ പ്രിയപ്പെട്ടവരും ദൈവരാജ്യത്തിലാണ്. और जितने लोग पवित्र आत्मा का अभिषेक पाए हैं वो सब परमेश्वर के राज्य में है. ആ ദൈവരാജ്യത്തിന് ചില വിശേഷിക്കപ്പെട്ട അനുഭവങ്ങളുണ്ട്. उस परमेश्वर के राज्य के लिए कुछ खासियतें हैं. റോമർ 14:17 നാം വായിക്കുന്നു, रोमी 14:17 में पढ़ते हैं, ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, परमेश्वर का राज्य खाना पीना नहीं है. ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. वो है धार्मिकता और मेल मिलाप और परमेश्वर से जो आनंद होता है. ഒന്ന്, ദൈവനീതിയാൽ നിറയപ്പെടുന്നു. पहला है परमेश्वर धार्मिकता से भरा हुआ है. രണ്ട്, ദൈവിക സമാധാനത്താൽ നിറയപ്പെടുന്നു. दूसरी बात है ईश्वरीय शांति मेल मिलाप से भरा रहता ഇന്ന് है. ലോകത്തിൽ ഇല്ലാത്തത് സമാധാനമാണ്. आज संसार में लोगों में शांति नहीं है. വിദ്യാഭ്യാസപരമായി മനുഷ്യൻ വളരെ പുരോഗമിച്ചിരിക്കുന്നു. शिक्षा के तौर पर आदमी बहुत ही उन्नति कर चुका है. സാമ്പത്തികമായി വളരെ വളർന്നിരിക്കുന്നു. धन संपत्ति के तौर पर भी बहुत बढ़ चुका है. വിജ്ഞാനപരമായി വളരെ പുരോഗമിച്ചിരിക്കുന്നു. विज्ञान के तौर पर भी बहुत उन्नति बढ़ोतरी हो चुकी है. ഒരു ഭാഗത്ത് എല്ലാവിധത്തിലും പുരോഗതി എന്ന് അഭിമാനിച്ചാലും और हर एक तरफ में सब बातों में बढ़ोतरी करके करने से മറുഭാഗത്ത് മനുഷ്യൻ ഇന്ന് സമാധാനമില്ലാത്തവരായി ജീവിക്കുന്നു. लेकिन दूसरा पहलू यह है कि मनुष्य के जीवन में शांति नहीं है. കാരണം ഈ വർദ്ധിച്ചു വരുന്ന പണത്തിനോ അവരുടെ വിജ്ഞാനത്തിനോ വിദ്യാഭ്യാസത്തിനോ ആത്മാവിന് സമാധാനത്തെ നൽകുവാൻ കഴിയുന്നില്ല. लेकिन जो वे लोग धन कमाते हैं, जो शिक्षा जो विज्ञान है, इनके द्वारा उनके जीवन में शांति नहीं लाई जा सकती है. അതുകൊണ്ട് എവിടെ നോക്കിയാലും അസ്വസ്ഥത മാത്രം. इसलिए हर जगह जाने से अशांति लगता है. രാഷ്ട്രങ്ങളിൽ അസ്വസ്ഥത, देखिए राज्यों में देशों में अशांति है. ഭരണകൂടങ്ങളിൽ അസ്വസ്ഥത, शासन तंत्र में अशांति है. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അസ്വസ്ഥത, शिक्षा संस्थानों में अशांति है. ഫാക്ടറികളിൽ അസ്വസ്ഥത. कारखानों में भी अशांति है. എവിടെ നോക്കിയാലും ഒരു അസമാധാനമാണ് നമുക്ക് കാണാനുള്ളത്. कहीं भी देखने से समस्याएं और अशांति हम देखते हैं. സമാധാനത്തെ തേടുന്ന മനുഷ്യരെ നമുക്ക് ചുറ്റുപാടുകളിൽ ധാരാളം കാണാൻ കഴിയും. शांति खोज करके यहाँ वहाँ घूमने वाले लोगों को हम आसपास में देख सकते हैं. യഥാർത്ഥമായ നിലനിൽക്കുന്ന സമാധാനം പരിശുദ്ധാത്മാവിലൂടെയാണ് മനുഷ്യന് ലഭ്യമാകുന്നത്. लेकिन मनुष्य को यथार्थ में और सदा रहने वाला टिके रहने वाला आनंद जो है वो पवित्र आत्मा से मिलता है. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ ഒരുവന്റെ ഉള്ളിൽ ഒരു സമാധാനത്തിന്റെ രാജ്യം തന്നെ സൃഷ്ടിക്കപ്പെടുകയാണ്. और एक व्यक्ति पवित्र आत्मा पाने के द्वारा परमेश्वर का शांति का राज उसमें स्थापित हो जाता है. മൂന്നാമത്തെ അനുഭവമാണ് സന്തോഷം. तीसरा है आनंद का अनुभव. മനുഷ്യൻ സന്തോഷത്തിനു വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു. आज आनंद के लिए खुशी के लिए इंसान क्या क्या नहीं करता है. താൽക്കാലികമായ പാപസുഖങ്ങളിൽ ജഡസുഖങ്ങളിൽ മനുഷ്യൻ മുഴുകുന്നു. आज क्षण भर के लिए आनंद के लिए है जो पाप के और शरीर के अभिलाषाओं में फंस जाता है. ഒരു 3 മണിക്കൂർ സിനിമാ തിയേറ്ററിൽ
3 घंटा सिनेमा थिएटर में। എന്തിനാണെന്ന് ചോദിച്ചാൽ അല്പം സന്തോഷിക്കുവാൻ. उनसे पूछा जाए तो क्यों, तो बोलेगा थोड़ा आनंद खुशी मनाने के लिए। ഒരു 200 മില്ലി മദ്യത്തിൽ और कम से कम 200 ml जो शराब। എന്തിനാണെന്ന് ചോദിച്ചാൽ ദുഃഖം മറന്ന് അല്പം സന്തോഷിക്കാൻ. उनसे पूछा जाए तो बोले कि दुख गम भूल करके आनंद मनाने के लिए। ഒരു ചാർമിനാറിന്റെ പുകയിൽ और एक चार मीनार के धुआं में പരസ്യം ഇങ്ങനെയാണ്, അധ്വാനിക്കുന്നവന് സംതൃപ്തി എന്ന ഒന്ന് വലിക്കുമ്പോ. और उसमें विज्ञापन में ये दिया जाता है कि मेहनत कश वालों के लिए आराम मिलता है फूंकने से। വലിച്ചു പുക ഇങ്ങനെ ചുരുളായി വിടുമ്പോൾ ഒരു പ്രത്യേക സംതൃപ്തിയാണ്. और फूंक करके जब धूम्रपान करके जो धुआं जब गोल घूमता है तो उसमें देखने से कोई शांति लगता है। അധികം താമസിയാതെ പുകച്ചുരുൾ വിട്ടയാൾ കട്ടിലിൽ പുകച്ചുരുൾ പോലെ ചുരുണ്ടു കിടക്കുന്ന കാണാം. और ये धुआं फूकने वाला व्यक्ति कुछ समय के बाद जो है खटिया में ऐसा धुआं जैसे घूमता हुआ हम देख सकते हैं। ചുരുണ്ടു കിടന്ന് ചുമയ്ക്കുന്ന ദാരുണമായ കാഴ്ച. और वह झूम करके जो धुआं के जैसे घूम करके खांसता रहता है। ലോകത്തിന്റെ സുഖം വലിയ ദുഃഖത്തിൽ കൊണ്ടുപോയി അവസാനിപ്പിക്കുന്നു. संसार का जो सुख है बहुत जल्दी वो दुख में अंत कर देता है। പക്ഷെ ദൈവരാജ്യത്തിന്റെ സന്തോഷം ഒരിക്കലും മാറിപ്പോകുന്നതല്ല. लेकिन परमेश्वर के राज का जो आनंद है कभी मिटने का नहीं है। അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. सदा के लिए स्थिर रहता है। ലോകത്തിൽ ഒന്നിനും എടുത്തു മാറ്റുവാൻ കഴിയാത്തതാണ്. संसार से वो चीज सुख को नहीं निकाल सकता है। പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഒരു വലിയ സ്വസ്ഥതയുടെ അനുഭവം ഒരുവന് പ്രാപിപ്പാൻ കഴിയും. पवित्र आत्मा के जरिए से एक व्यक्ति को एक विश्राम का अनुभव मिल जाता है। സന്തോഷം മാത്രമല്ല, ഒരു വലിയ റെസ്റ്റ്, വിശ്രാമം. और सिर्फ आनंद ही अपितु नहीं विश्राम भी मिल जाता है। അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, അതെ വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവരെ ഈ ജനത്തോട് സംസാരിക്കും. इसलिए भविष्यता कहता है कि अन्य भाषा में और तुतलाती बोली में वे लोग से बात किया। ഇതാകുന്നു സ്വസ്ഥത. यही है विश्राम। പരിശുദ്ധാത്മാവിനാൽ ഈ ആത്മീക അനുഭവങ്ങൾ പ്രാപിച്ച് ദൈവരാജ്യത്തിന്റെ നിലവാരത്തിൽ ഒരുവൻ ഈ ഭൂമിയിൽ ജീവിപ്പാൻ കഴിയും. इस प्रकार से परमेश्वर के राज के बारे में आकर के पवित्र आत्मा का अभिषेक को प्राप्त कर ऐसे बातों से वह परमेश्वर के राज में रह सकता है। ഈ ആത്മീയ ദൈവരാജ്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന് മറ്റൊരു അനുഭവമാണ് ദൈവസഭ. और एक आत्मिक जब परमेश्वर के राज के बारे में बात करते हैं उसका दूसरा पहलू है परमेश्वर की सभा। കൊലോസ്യർ 1:13 വായിക്കുന്നു, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം. और कुलुस्से 1:13 में कहते हैं कि प्रिय पुत्र का राज्य। അവിടെ പറഞ്ഞിരിക്കുന്ന ആ പുത്രന്റെ രാജ്യം എന്ന് പറയുന്നത് ദൈവസഭയെ കാണിക്കുക. वहाँ जो प्रिय पुत्र का राज्य के बारे में कहा गया है वो परमेश्वर की कलीसिया को कहा गया है। ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ദൈവ രാജ്യമാകുന്ന ദൈവസഭയ്ക്കുള്ളിലുമായി തീരണം. इसलिए आज जो है परमेश्वर के प्रिय पुत्र का राज यानी परमेश्वर की कलीसिया में भी स्थापित होना है। രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, സ്നാനപ്പെട്ടാൽ പോരാ, അഭിഷേകം പ്രാപിച്ചാൽ പോരാ, ഈ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലായി തീരണം. सिर्फ उद्धार पाने से, बपतिस्मा लेने से, पवित्र आत्मा अभिषेक पाने से काफी नहीं है, लेकिन इस प्रिय पुत्र के राज में हमें प्रवेश करना है। ഒരുപക്ഷെ ചോദിക്കും, അതെന്തിനു വേണ്ടിയാണെന്ന്. तो सब एक सवाल आ सकता है कि ये क्यों? യേശു ക്രിസ്തു മടങ്ങി വരും. അതാണ് ക്രിസ്തീയ ദൂതിന്റെ കാതലായ വിഷയം. और मसीह के हर एक संदेश का गुण यही है, मूल मंत्र यही है कि मसीह वापस आएगा। യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും. और जब प्रभु यीशु मसीह इस संसार में आएंगे दूसरे आगमन में परमेश्वर कलीसिया उठा ली जाएगी। ക്രിസ്ത്യാനികളെല്ലാം എടുത്തുകൊള്ളപ്പെടുമെന്നല്ല, मसीह लोग उठा लिए जाएंगे ऐसा नहीं, രക്ഷിക്കപ്പെട്ടവരെല്ലാം എടുത്തുകൊള്ളപ്പെടുമെന്നല്ല, और उद्धार पाए हुए लोग उठा लिए जाएंगे ऐसा नहीं। പ്രത്യേകം ശ്രദ്ധിക്കണം, ദൈവസഭ എടുക്കപ്പെടും. लेकिन ये विशेष ध्यान देना है परमेश्वर की कलीसिया उठा ली जाएगी। അപ്പോൾ യേശുവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ ഒരുവൻ ദൈവസഭയ്ക്കുള്ളിലായി തീരണം. एक व्यक्ति परमेश्वर के आगमन में उठा लिया जाना है तो वो परमेश्वर कलीसिया के अंदर होना है। എങ്കിൽ മാത്രമേ യേശുവിന്റെ വരവിൽ പോകാൻ കഴിയൂ. ऐसे होने से परमेश्वर के आगमन में जा सकते हैं। അതുകൊണ്ട് ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായ ഒരു വിഷയമാണ് ദൈവസഭ ഏതാണെന്ന് കണ്ടെത്തി അതിനുള്ളിൽ നിൽക്കുക എന്നുള്ളത്. इसलिए आज के दिनों में परमेश्वर की कलीसिया क्या है करके खोजकर उसमें स्थिर रहना यह अहम बात हो गई है। നാം ഇന്ന് ജീവിക്കുന്നത് കൃപായുഗത്തിലാണ്. आज हम अनुग्रह के युग में हम जीवन बिताते हैं। 6ാം യുഗമായ കൃപായുഗത്തിൽ. जो 6वां युग है अनुग्रह का युग। കൃപായുഗത്തിൽ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കൃപായുഗത്തിന്റെ അവസാന മിനിറ്റുകളിൽ വന്നു നിൽക്കുന്നു. और अनुग्रह का युग बोलने से काफी नहीं है, अनुग्रह के युग के अंतिम समय में हम आगे हैं। അധികം താമസിയാതെ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രധാന സംഭവമുണ്ട്. और बहुत ही जल्दी में बहुत जल्दी एक घटना होने का है। അത് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവാണ്. वो यीशु मसीह का वापसी आगमन है। ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. परमेश्वर कलीसिया इस संसार से उठा ली जाएगी। അതുകൊണ്ട് ഈ നാളുകളിൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം
ദൈവസഭ ഏതാണെന്ന് കണ്ടെത്തി അതിനകത്ത് നിൽക്കുക ഏറ്റവും പ്രധാനപ്പെട്ട इसलिए കാര്യം. लोगों के बीच में परमेश्वर की कलीसिया को ठीक तरीके से जानकर उसमें स्थिर रहना बड़ी अहम बात है. അപ്പോൾ ഒരു ചോദ്യം, ഏതാണ് ദൈവസഭ? तो एक सवाल उठता है कि तो फिर परमेश्वर की कलीसिया कौन सा है? എത്ര എത്ര ക്രിസ്തീയ സമൂഹങ്ങൾ, कितने कितने मसीह झुंड हैं. ഇതിന്റെ മധ്യത്തിൽ ദൈവസഭ ഏതാണെന്ന് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? इसके बीच में परमेश्वर की सभा या कलीसिया कहाँ करके खोजना कैसे होगा? ചിലർ ധരിക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളിലും നല്ല മനുഷ്യരുണ്ട്, യേശു വരുമ്പോൾ അവരെ എല്ലാം കൂടെ പ്രത്യേകം സെലക്ട് ചെയ്ത് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുമെന്ന്. और कुछ लोग ये है कि हर एक झुंड में कुछ कुछ अच्छे लोग हैं और उन लोगों को इकट्ठा करके प्रभु ले जाएंगे. എല്ലാ സമൂഹത്തിലും ഉണ്ട് നല്ല മനുഷ്യർ. सभी समूहों में सभी झुंडों में अच्छे अच्छे लोग हैं. യേശു വരുമ്പോൾ ഈ സമൂഹങ്ങളിൽ നിന്നൊക്കെ ഈ നല്ലവരെ പ്രത്യേകം തിരഞ്ഞെടുത്ത് മധ്യാകാശത്തിൽ വെച്ച് ഒന്നായി ചേർത്ത് കർത്താവ് കൊണ്ടുപോകും. और ऐसा है तो अच्छे झुंडों से अच्छे लोगों को परमेश्वर उठा ले जाकर मध्य आकाश में मिलाएगा. മാനുഷ്യമായി തന്നെ ചിന്തിച്ചാലും ഒരിക്കലും അതിനെ പിന്താങ്ങാൻ പറ്റില്ല. लेकिन मानसिक तौर से सोचने से इसमें ज्यादा विश्वास नहीं किया जा सकता है. കാരണം ഈ ക്രിസ്തീയ സമൂഹങ്ങളെ എല്ലാം വിലയിരുത്തിയാൽ ഓരോന്നിനും പ്രത്യേകമായ ഉപദേശവും പ്രത്യേകമായ രീതികളുമാണ്. क्योंकि मसीह जो झुंड को यदि अपन अलग अलग देखने से अलग अलग उपदेश, अलग अलग रीति रिवाज और विधियां हैं. ഒരു കൂട്ടർ പറയുന്നു മാനസാന്തരം എന്ന് പറയുന്നത് എളുപ്പമല്ല. और कुछ झुंड के लोग बोलते हैं मन फिराना बोलने से उद्धार बोलने जितना आसान नहीं है. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അല്പം സ്വല്പം പാപമൊക്കെ ചെയ്തേ ജീവിപ്പാൻ इस കഴിയും. संसार में रहते हैं तो थोड़ा बहुत पाप वगैरह हमको करके ही जीवन बिता सकते हैं. പിന്നെ മരണാനന്തരം ജീവനോടിരിക്കുന്നവർ വല്ലതുമൊക്കെ ചെയ്താൽ സ്വർഗത്തിൽ പോകാമെന്ന് പറയുന്ന ഒരു और വിഭാഗം. मृत्यु के बाद जो जीवन में रहते हैं उन लोग हमारे लिए कुछ क्रियाक्रम करने से हम स्वर्ग जा सकते हैं. മറ്റൊരു കൂട്ടരുടെ ഉപദേശം എന്താണ്? दूसरे लोगों का झुंड का क्या उपदेश है? അത് പോരാ, മാനസാന്തരപ്പെടണം, नहीं, उतना काफी नहीं, मन फिराना है. പാപങ്ങളെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച് ദൈവമക്കളായി തീരണം. पापों को कबूल करके हम परमेश्वर के जन बनना है. മൂന്നാമത് വേറൊരു കൂട്ടരുടെ ഉപദേശം, तीसरा एक झुंड का उपदेश है. അവർ പറയുന്നത് മാനസാന്തരം മാത്രം പോരാ, സ്നാനവും കൂടെ വേണം. और दूसरा बोलते हैं कि सिर्फ बपतिस्मा ही उद्धार ही नहीं, बपतिस्मा भी लेना है. പക്ഷെ ഈ പരിശുദ്ധാത്മാവെന്നൊക്കെ പറയുന്നത് അത് ശരിയായ ആത്മാവല്ല. और ये जो पवित्र आत्मा सब बोलते हैं ये सब सही आत्मा नहीं है. അത് ഒരു തരം ഭൂതത്തിന്റെ ആത്മാവ്. वो सब एक प्रकार का भूत की आत्मा है. ഡ്രം ഇങ്ങനെ വളരെ സ്പീഡിൽ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികമായ ഒരു പ്രകടനമാണ്. और जब ड्रम बजता है तो उसमें से निकलने वाले भावनात्मक एक शक्ति है. അങ്ങനെ ഉപദേശിക്കുന്നവരുമുണ്ട്. ऐसे कहने वाले लोग भी हैं. ആ ഗ്രൂപ്പിൽ നല്ല ആളുകളുണ്ട്. उस ग्रुप में भी अच्छे लोग हैं. എന്നാൽ അടുത്ത കൂട്ടരുടെ പ്രസംഗം എന്താ? और झुंड को लोगों का विचार क्या है? ഇത് മാത്രമല്ല, പരിശുദ്ധാത്മാവിനെയും പ്രാപിക്കണം. इतना नहीं, पवित्र आत्मा का अभिषेक भी प्राप्त करना है. അന്യഭാഷയിൽ സംസാരിക്കണം. अन्य अन्य भाषा में बात करना है. ഇങ്ങനെ വിവിധങ്ങളാകുന്ന ഉപദേശങ്ങളും ചട്ടക്കൂട്ടുകളും ഉള്ളതായ ക്രിസ്തീയ സമൂഹം. और हम देखते हैं कि इस प्रकार के उपदेश, इस प्रकार की विधियों को, रीति रिवाजों को मानने वाले मसीह झुंड हैं. യേശു വന്ന് ഈ ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം നല്ലവരെ പ്രത്യേകം സെലക്ട് ചെയ്തു. और यीशु मसीह करके इन लोगों के बीच में अच्छे अच्छे लोगों को वो उठा लेगा. മധ്യാകാശത്തിൽ വെച്ച് അവരെല്ലാം കൂടെ ഒന്നാക്കി और मध्य आकाश में इन सबको मिला करके ഇവരെ ദൈവസിംഹാസനത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തുന്നു എന്ന് ധരിക്കുക. और परमेश्वर के सिंहासन में जाकर के इनको बैठाया जाएगा. എന്റെ ചിന്ത ശരിയാണെങ്കിൽ അതൊരു ശരിയായ നരകം തന്നെയായിരിക്കും. और ऐसा होने से ये ठीक तरीके से एक नरक जैसा ही होगा. ഒരു കൂട്ടരുന്നോണ്ട് പറയാ മാനസാന്തരം എളുപ്പമല്ല. एक झुंड बोलता है कि उद्धार इतना आसान नहीं है. തൊട്ടടുത്തിരുന്നോണ്ട് അടുത്തൊരാൾ പറയും ഇല്ല രക്ഷിക്കപ്പെടണം. രണ്ടു കൂട്ടരും കൂടെ ഫൈറ്റ്. और दूसरा व्यक्ति बोले नहीं उद्धार पाना है, तो दोनों के बीच में वाद विवाद होता है. തൊട്ടടുത്ത് നിന്നോണ്ട് മൂന്നാമത് ഒരുത്തൻ പറയുകയാണ് ഇല്ല വിശ്വാസ സ്നാനം കൂടെ വേണം. और तीसरा बोलते नहीं विश्वास का बपतिस्मा भी चाहिए. അപ്പൊ അടുത്തിരുന്ന് വേറൊരാൾ പറയാ അല്ല കുഞ്ഞുങ്ങൾക്ക് ആ സ്നാനം കൂടെ. രണ്ടു കൂട്ടരും കൂടെ ഫൈറ്റ്. और उसके बाद बोलेगा नहीं विश्वास के लिए नहीं, बच्चों के लिए भी है, तो आपस में वाद विवाद. അടുത്തിരുന്ന് വേറൊരാൾ പറയുന്നു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. दूसरा आदमी बोलता है पवित्र आत्मा का अभिषेक पाना है. തൊട്ടടുത്തിരുന്ന് വേറൊരു നീതിമാൻ പറയാ ഇല്ല ഇത് ഭൂതത്തിന്റെ ആത്മാവ്. और तीसरा व्यक्ति बोलेगा नहीं ये तो दुष्ट आत्मा है. എല്ലാം കൂടെ ഒരു ചെറിയ നരകം തന്നെയായിരിക്കും. और ऐसा होने से सब मिलके एक जो छोटा सा नरक ही बन जाएगा. ഒരിക്കലും അങ്ങനെ ധരിക്കരുത്, അങ്ങനെ സംഭവിക്കുകയില്ല. और ऐसे धारण नहीं करना, ऐसा हो भी नहींगा. യേശുക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടേണ്ടുന്ന സഭ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഒന്നായി പണിയപ്പെടണം. और इस जो कलीसिया जो उठा ली जानी है इस संसार में एक होकर के स्थापित होना है. ഇവിടെ വെച്ച് ഒന്നായി പണിയപ്പെടുന്നില്ല എങ്കിൽ ദൈവസിംഹാസനത്തിൽ പോയി ഇരിക്കാവതല്ല. यहाँ एक साथ होकर के यदि बनाए नहीं जाएंगे तो परमेश्वर के सिंहासन में नहीं जा सकते हैं. ഒരു ശരീരമായി ഇവിടെ വെച്ച് പണിയപ്പെടണം. एक शरीर होकर के इस संसार में बनाया जाना है. ഒരേ ഉപദേശത്തിന് കീഴ്, एक ही उपदेश के अधीन में, ഒരേ ആത്മാവിനെ പ്രാപിച്ചവരായി, एक ही आत्मा को प्राप्त करते हुए, ഒരേ വിശ്വാസത്തെ പിന്തുടരുന്നവരായി. एक विश्वास के पीछे हो लेने के लिए. അതാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ इसलिए एफेसियों की किताब 4 अध्याय 1 से नीचे पढ़ने से അപ്പോസ്തലനായ പൗലോസ് ചില ഒന്നുകളെ കുറിച്ച് പറയുന്നു. वहाँ पर प्रेरित पौलुस कुछ बातों के बारे में कहता है. ദൈവം ഒരുവൻ,
परमेश्वर एक है, കർത്താവ് ഒരുവൻ, प्रभु एक है, ആത്മാവ് ഒന്ന്, एक ही आत्मा है, ശരീരം ഒന്ന്, एक ही शरीर है, സ്നാനം ഒന്ന്, एक ही बपतिस्मा है, വിശ്വാസം ഒന്ന്. एक ही विश्वास है। അവിടെ ഒന്ന് ഒന്ന് ഒന്നാന്ന് പല പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതായി. कई बार एक है करके लिखा गया है। ഈ ഒന്നുകളിലാൽ ദൈവസഭ പണിയപ്പെടണം. ये एक के द्वारा परमेश्वर कलीसिया बनाया जाना है। ആ സഭയെയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. उस कलीसिया को परमेश्वर का राज होकर कहा जाता है। ദൈവത്തിന്റെ സഭയെ ദൈവരാജ്യം എന്ന് ഉപമിക്കുമ്പോൾ परमेश्वर के कलीसिया को जब परमेश्वर का राज होकर जब कहते हैं, 4-5 വിഷയം അതിൽ ചിന്തിക്കണം. उसमें 4-5 विषय को सोचने का है। ഒരു രാജ്യം എന്ന് പറയുമ്പോൾ അതിനൊരു രാജാവുണ്ട്. एक राज्य बोलने से उसमें एक राजा होता है, ദൈവത്തിന്റെ സഭയെ രാജ്യമായി പറയുമ്പോൾ അതിന്റെ രാജാവ് ക്രിസ്തുവാണ്. और एक कलीसिया को यदि राज्य होकर कहते हैं तो उसका राजा यीशु मसीह है, യേശുവിന്റെ അമ്മയുമല്ല പത്രോസുമല്ല. और न यीशु मसीह की माँ है और न पत्रोस है। ഈ ദൈവരാജ്യത്തിലെ രാജാവ് യേശു ക്രിസ്തു. और इस परमेश्वर के राज के राजा यीशु मसीह है। മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി മരിച്ച ക്രിസ്തു, मनुष्य जातियों के पाप के लिए मरा हुआ यीशु मसीह, അടക്കം ചെയ്യപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, दफनाने के बाद जी उठा हुआ यीशु मसीह, സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലഭാഗത്തും കൈയേറിപ്പോയ ക്രിസ്തു, स्वर्गारोहण करके पिता के दाहिने हाथ बैठा हुआ यीशु मसीह, ദൈവത്തിനും മനുഷ്യർക്കും ഏക മധ്യസ്ഥനായി. मनुष्य और परमेश्वर के बीच में पहल और बिचौली करने वाला। ബൈബിൾ പറയുന്ന ഒരു മധ്യസ്ഥനേ ഉള്ളൂ. वहाँ क्या गया है कि एक ही बिचवाई है। എന്റെ അഭിപ്രായമല്ല, ബൈബിൾ പറയുന്നതാ. मेरा अभिप्राय नहीं है, बाइबल कहती है। 1 തിമോത്തിയോസ് 2-ന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നു. और पहला तिमोथी 2:5 में पढ़ते हैं। മലയാളത്തിൽ മാത്രം ആ വാക്യം ഒന്ന് വായിക്കാമോ? मलयालम में मात्र पढ़िए उसको। ദൈവം ഒരുവനല്ലോ, ദൈവം ഒരുവനല്ലോ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. എത്ര? ഒരുവൻ. और यहाँ लिखे कि परमेश्वर और मनुष्यों के बीच में जो बिचवाई है वो एक ही है, മധ്യസ്ഥൻ ഒരുവൻ. एक ही बिचवाई। യാതൊരു സംശയത്തിനും വകയില്ല. इसमें ഒരുവൻ. इसमें कोई शक की गुंजाइश नहीं है। അല്ലാതെ രണ്ടില്ല മധ്യസ്ഥൻ, ഒന്നേ ഉള്ളൂ. कोई मतलब दो बिचवाई नहीं है, एक ही बीच वाला है। ദൈവം ഒരുവനല്ലോ. परमेश्वर एक ही है, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവനല്ലാതെ ഒന്നരയില്ല. और परमेश्वर और मनुष्यों के बीच में एक ही बिचवाई है, डेढ़ नहीं है। ആ ഒരുവൻ ആരാണ്? फिर वो एक कौन है? എല്ലാവർക്കും വേണ്ടി മറുവിലയായി കൊടുത്ത കർത്താവായ യേശുക്രിസ്തു തന്നെ. और यीशु मसीह जो अपना जीवन मनुष्यों के लिए दिया वो यीशु मसीह मात्र है। ഈ ഒരേ ഒരു മധ്യസ്ഥൻ മാത്രം. एक ही एक बिचवाई है। ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഏതെങ്കിലും വിശുദ്ധന്മാരോട് നിങ്ങൾ അപേക്ഷിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥന ഇന്ന് നിർത്തിയിട്ട് ഈ ഏകമധ്യസ്ഥനോട് പ്രാർത്ഥിക്കും. और यदि हम और किसी लोगों के साथ बोलते हैं कि हमारे लिए प्रार्थना करने के बजाय जो यहाँ लिखा हुआ कि एक ही बिचवाई, उसके साथ हम आज प्रार्थना करें। യേശുക്രിസ്തു പിതാവിന്റെ വലഭാഗത്ത് ഏകമധ്യസ്ഥനായിരിക്കും. यीशु मसीह पिता के देने और एक ही बिचवाई होकर के है। ദൈവത്തിന് സ്തോത്രം. प्रभु के नाम की तारीफ ആ हो। ക്രിസ്തുവാണ് സഭയാകുന്ന ദൈവരാജ്യത്തിന്റെ രാജാവ്. वही यीशु मसीह सभा रूपी कलीसिया रूपी परमेश्वर के राज का राजा है। സഭയെ ശരീരമായി പറയുമ്പോൾ यदि इस कलीसिया को शरीर होकर कहने से ക്രിസ്തുവിനെ തലയായി പറയുന്നു. मसीह को सिर होकर कहते हैं, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകും. और कलीसिया रूपी शरीर का सिर है। ഒരു തലയ്ക്ക് ഒരു ശരീരം, एक सिर के लिए एक ही शरीर है, ഒരു ശരീരത്തിന് ഒരു തല. और एक शरीर के लिए एक सिर है। അല്ല, രണ്ട് തലയില്ല. दो सिर नहीं है, ഒരു തലയ്ക്ക് ഒരു ശരീരം. और एक सिर के लिए एक शरीर, ഒരു ക്രിസ്തു, ഒരു സഭ. और एक मसीह और एक कलीसिया। യാക്കോബായ സഭയിൽ സഭയുടെ 4 ഗുണങ്ങൾ പഠിപ്പിക്കുവിഞ്ഞ. और याकूबा कलीसिया में कलीसिया के 4 गुण को हम सिखाते हैं। ഒന്ന്, സഭ ഏകമാണ്. और वो है कलीसिया एक है। 2, വിശുദ്ധമാണ്. दूसरा कलीसिया पवित्र है। 3, കാതോലികം, മുഴുലോകത്തിലും വ്യാപിച്ചു കിടക്കും. और तीसरा वो सर्वव्यापी है। 4, ശ്ലൈകികം, അപ്പോസ്തോലിക അടിസ്ഥാനമുള്ളത്. और चौथा है वो प्रेरितों की संगति है। ഈ ശരീരമാണ് സഭയ്ക്ക് ക്രിസ്തു തലയായിരിക്കും. और ये मसीह रूपी शरीर के लिए यीशु मसीह सिर है। സഭയെ ഒരു കെട്ടിടമായി ഉപമിക്കുമ്പോൾ, और यदि मसीह को സഭയെ കെട്ടിടമായി कलीसिया को एक भवन के तौर पर तुलना करने से ക്രിസ്തു അതിന്റെ മൂലക്കല്ലായിരിക്കും. मसीह उसका कोने का पत्थर है। ഒരു കെട്ടിടത്തിന് ഒരു മൂലക്കല്ല്. वो एक बिल्डिंग यानी एक मकान के एक कोने का पत्थर होता है। എഫേസ്യർ 2:20 വായിക്കുന്നു, एफएसी 2:20 में पढ़ते हैं, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കും. यीशु मसीह स्वयं नेव का कोने का पत्थर है। സഭയെ ഒരു ഭാര്യയോട് ഉപമിക്കുമ്പോൾ, मान लीजिए कलीसिया को एक पत्नी से तुलना करने से ക്രിസ്തുവിനെ ഒരു ഭർത്താവിനോട് ഉപമിക്കുന്നതായി और കാണും. मसीह को
एक पति के तौर में तुलना करते हैं। ഇങ്ങനെ ക്രിസ്തുവിനെയും സഭയെയും ബൈബിളിൽ പലതിനോട് ഉപമിച്ചിരിക്കുന്നതായി കാണാം. हम देखते हैं कि मसीह को और कलीसिया को अलग अलग तुलना किया गया है। ദൈവസഭയ്ക്ക് ക്രിസ്തു രാജാവായിരിക്കുന്നു. परमेश्वर कलीसिया के लिए यीशु मसीह राजा है। എഫേസ്യർ 1:22-23 വാക്യങ്ങൾ പഠിക്കുമ്പോൾ एफेसर 1 के 22 और 23 में पढ़ने से അവിടെ വായിക്കുന്നു, പിതാവായ ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് यहाँ क्या कि पिता परमेश्वर मरे हुए में से जिलाकर സകലവും അവന്റെ കാൽ കീഴാക്കി सारे बातों को उसके पैरों तले लाकर അവനെ സകലത്തിനും തലയാക്കി सारे बातों को अधिकार देकर സകലത്തെയും നിറയ്ക്കുന്ന സഭയ്ക്ക് നൽകിയിരിക്കുന്നു എന്ന്. और सब कुछ देने वाले शिरोमणि ठहराकर कलीसिया को दे दिया। സകലത്തെയും കാൽ കീഴാക്കി എന്ന് പറയുമ്പോൾ അവനെ രാജാവാക്കി. सब कुछ पांव तले कर दिया, इसका मतलब सबसे राजा बना दिया है। ദൈവത്തിന് സ്തോത്രം. प्रभु के नाम की तारीफ हो। ദൈവസഭയെ രാജ്യം എന്ന് പറയുമ്പോൾ परमेश्वर कलीसिया को राज्य बोलने से അതിന്റെ രണ്ടാമത്തെ ഘടകമാണ് പ്രജകൾ. और उसके दूसरा पहलू है उसके प्रजा लोग। ഒരു രാജ്യത്തിന്റെ രണ്ടാമത്തെ പ്രധാന ഘടകമാണ് പ്രജകൾ. एक राज्य का दूसरा जो खासियत है कि उनके प्रजा लोग। ഈ ദൈവരാജ്യമാകുന്ന സഭയിലെ പ്രജകൾ ആരാണ്? और इस परमेश्वर की कलीसिया के प्रजा लोग कौन है? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവർ. परमेश्वर की पवित्र आत्मा से भरे हुए लोग। ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. एक बात आप स्पष्ट तरीके से समझना है, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ഒരു വ്യക്തിയും ദൈവസഭയ്ക്കകത്തല്ല. इसका मतलब पवित्र आत्मा पाए हुए जो एक भी व्यक्ति जो है परमेश्वर की कलीसिया में नहीं है। ഒരുപക്ഷെ നിങ്ങൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരായിരിക്കും, हो सकता है मसीह जगत में आप शायद जन्म लिए होंगे, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും, उद्धार पाए होंगे, സ്നാനപ്പെട്ടിട്ടുമുണ്ടായിരിക്കും, बपतिस्मा लिए होंगे, ഒരുപക്ഷെ TPM സഭയുടെ അംഗവുമായിരിക്കും. हो सकता है कि टीपीएम कलीसिया के अंग भी हो सकते हैं। പക്ഷെ ദൈവസഭയുടെ അംഗമായി തീരണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ लेकिन പ്രാപിക്കും. परमेश्वर कलीसिया का अंग बनना है तो पवित्र आत्मा पाना आवश्यक है। പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലാണ് ദൈവസഭയുടെ അംഗമായി തീരുന്നത്. और पवित्र आत्मा के अभिषेक के द्वारा परमेश्वर कलीसिया का सदस्य नाम ഈ बनता है। രാജ്യത്തിന്റെ പ്രജകൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. इस राज्य के प्रजा लोग पवित्र आत्मा का अभिषेक पाना है। അത് മാത്രമല്ല, ഇവർ ആത്മാവിനാൽ പരിശുദ്ധ ജീവിതം ചെയ്യുന്നവരാണ്. इतना नहीं, आत्मा के द्वारा ये पवित्र जीवन बिताते हैं, ക്രിസ്തീയ ജീവിതം വിശുദ്ധ ജീവിതമാണ്. क्योंकि मसीह जीवन पवित्रताई का जीवन है। ദൈവസഭയുടെ അടിസ്ഥാന യോഗ്യതകളിൽ ഒന്നാണ് വിശുദ്ധി. परमेश्वर की जो मूल मंत्र है उसमें से एक है पवित्रताई। പ്രിയ സ്നേഹിതരെ, നിങ്ങൾ എപ്രകാരം ഒരു ജീവിതം നയിക്കുന്നു? प्रिय लोग, आप किस प्रकार का जीवन बिताते हैं? പ്രാർത്ഥനയും പാട്ടും ആരാധനയും ഒക്കെ ഉണ്ടായിരിക്കും. और गीत है, प्रार्थना है, आराधना है। നല്ല മനസ്സാക്ഷിയോടെ പറയാൻ കഴിയുമോ എന്റെ ജീവിതം ഒരു പരിശുദ്ധ ജീവിതമാണെന്ന്? शुद्ध विवेक के साथ आप कह सकते हैं कि मेरा जीवन एक पवित्र और शुद्ध है, പരിശുദ്ധ ജീവിതം ചെയ്യുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശനമുള്ളൂ. क्योंकि पवित्र जीवन बिताने वालों को ही उस राज्य में प्रवेश कर सकते हैं, ദൈവം പരിശുദ്ധനാണ്, क्योंकि परमेश्वर पवित्र है। സ്വർഗരാജ്യം പരിശുദ്ധമാണ്. परमेश्वर का राज्य भी पवित्र है। യാതൊരു പാപത്തിനും അശുദ്ധിക്കും അവിടെ സ്ഥാനമില്ല. कोई भी पाप और अशुद्धि के लिए वहाँ जगह नहीं है, ഒരു പാപിയും അശുദ്ധനും അവിടെ പ്രവേശിക്കുകയുമില്ല. और एक पाप या दुष्ट वहाँ नहीं पहुंचेगा। ക്രിസ്തീയ ജീവിതത്തിന്റെ ഉദ്ദേശം പരിശുദ്ധ ജീവിതം ചെയ്യുക എന്നുള്ളത്. मसीह जीवन का उद्देश्य ये कि पवित्र जीवन बिताना। എന്തിന് ദൈവത്തിന്റെ സഭയിൽ ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു? परमेश्वर कलीसिया में परमेश्वर लाया है ഒരു പരിശുദ്ധ ജീവിതം ചെയ്യുക. एक पवित्र जीवन बिताने के लिए। വിശുദ്ധിയായിരിക്കട്ടെ നമ്മുടെ അടിസ്ഥാനം. हमारी बुनियाद एक पवित्रता ही होने दे। പരിശുദ്ധത്തെ കുറിച്ച് ആഴമായ വെളിപ്പാട് ജീവിതത്തിൽ ഉണ്ടായിരിക്കും. हमारे जीवन में पवित्रता के बारे में गहरी प्रकटीकरण होना चाहिए। ഇല്ലായെങ്കിൽ ദൈവസഭയ്ക്കകത്തല്ല. नहीं तो ऐसा नहीं, तो परमेश्वर कलीसिया में आप नहीं है। ദൈവസഭയിലെ പ്രജകൾ പരിശുദ്ധമായി ജീവിക്കുന്നവരാണ്. परमेश्वर की कलीसिया के प्रजा लोग पवित्र होना है। ദൈവത്തിന് സ്തോത്രം. प्रभु के नाम की तारीफ हो। ഈ ദൈവരാജ്യത്തിന്റെ മൂന്നാമത്തെ ഘടകമാണ് സേവകർ, സെർവൻസ്. और उसी इस राज्य की तीसरी खासियत है इसमें काम करने वाले सेवक लोग, ഏത് രാജ്യത്തിനും സേവകരുണ്ട്. क्योंकि हर एक राज्य के लिए उनके सेवक होते हैं, ഓരോ നിലയിൽ പ്രവർത്തിക്കുന്ന സേവകർ. अलग अलग स्तर में काम करने वाले लोग। ഈ ദൈവരാജ്യത്തിന്റെ സേവകരാരാണ്? और इस परमेश्वर के राज्य के सेवक कौन है? പ്രതിഷ്ഠിക്കപ്പെട്ട അപ്പോസ്തോലിക ശുശ്രൂഷകന്മാർ. और यहाँ लिखा गया प्रतिष्ठित और समर्पित प्रभु के प्रेरित लोग। അവരെ ദൈവരാജ്യത്തിന്റെ സേവകരായി നൽകിയിരിക്കുന്നു. उनको प्रभु के राज्य के सेवक होकर के उनको चुना गया है। പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവസഭയ്ക്ക്, परमेश्वर की पवित्र आत्मा पाए हुए कलीसिया को, ആ സഭയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി തൃത്വദൈവം 3 അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. और उनके कलीसिया की आशीष के लिए तृतीय परमेश्वर 3 प्रकार की आशीष देता है। 1 കൊരിന്ത്യർ 12:28 പഠിക്കുമ്പോൾ एक पहला कोरिन्थी 12:28 में पढ़ते हैं, അവിടെ പിതാവായ ദൈവം നൽകിയിരിക്കുന്ന 8 വിധ ശുശ്രൂഷകളെ കാണാം. वहाँ पिता परमेश्वर उनको 8 प्रकार की सेवकाई देते हैं। ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, पहली बात वो प्रेरितों को देता है, പിന്നെ പ്രവാചകന്മാർ, उसके बाद भविष्यद्वक्ताओं को देता है, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ. उसके बाद उपदेशक देता है। ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും इस प्रकार के एक को नियुक्त करके അതോടൊപ്പം ചില വരങ്ങൾ, ശുശ്രൂഷകൾ കൂടെ നൽകിയിരിക്കും. उसके बाद कुछ वरदान
दौरान कुछ सेवकाई भी उनको सौंपा गया है। എഫേസ്യർ 4:11 മുതൽ പഠിക്കുമ്പോൾ एफएससी 4:11 से पढ़ने से പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച സഭയിൽ ക്രിസ്തുവിനാൽ നൽകപ്പെടുന്ന 5 വിധ ഉദ്യോഗസ്ഥന്മാർ. वहाँ पवित्र आत्मा के अभिषेक के द्वारा मसीह के द्वारा दिए जाने वाले 5 प्रकार के लोग। 1 कोरिന്ത്യർ 12:6 മുതൽ പഠിക്കുമ്പോൾ पहला कोरिन्थी 12:1-6 पढ़ने से തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെടുന്ന 9 വിധ വരങ്ങൾ. और तृतीय परमेश्वर उसमें से एक जो पवित्र आत्मा के द्वारा दिए जाने वाले 9 वरदान, ഇത് മൂന്നും തൃത്വ ദൈവത്താൽ ദൈവസഭയ്ക്ക് നൽകപ്പെടുന്നു. ये तीनों बातें तृतीय परमेश्वर के द्वारा परमेश्वर की कलीसिया को दिया जाता है। എന്തിനായി നൽകപ്പെടുന്നു? ये सब क्यों दिया जाता है? ദൈവസഭയുടെ പൂർണ്ണതയ്ക്കായി. परमेश्वर की कलीसिया की सिद्धता के लिए। അഭിഷേകം പ്രാപിച്ച സഭ പൂർണ്ണപ്പെട്ട യേശുവിന്റെ വരവിൽ കാണപ്പെടണം. परमेश्वर कलीसिया पवित्र आत्मा के द्वारा पूर्ण होकर के उसके आगमन में दिखाई देना। അതുകൊണ്ട് അഭിഷേകം പ്രാപിച്ച സഭയ്ക്ക് ഏറ്റവും പ്രധാനമാണ് ശുശ്രൂഷകർ. इसलिए पवित्र आत्मा पाए हुए कलीसिया को ये सेवक लोग बहुत ही आवश्यक है। ഈ ശുശ്രൂഷകർ ആരാണ്? ये सेवक लोग कौन है? മത്തായിയുടെ സുവിശേഷം 19:12 പഠിക്കുമ്പോൾ मत्ती समाचार 19 का 12 വാക്യം 12 वचन पढ़ने से യേശുക്രിസ്തു പറയുകയാണ്, यीशु मसीह बोलते हैं, അവിടെ 3 വിധ ഷണ്ണന്മാരെ കുറിച്ച് പറയുന്നു. वहाँ 3 प्रकार के नपुंसकों के बारे में कहता है। ഒന്ന് മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെട്ട ഷണ്ണന്മാർ. और एक है जो मनुष्यों के द्वारा नपुंसक बनाए गए। 2 അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഷണ്ണന്മാരായി പിറന്നവർ. और जो एक दूसरे जो झुंड के लोग हैं, माँ के गर्भ से ही नपुंसक उत्पन्न हुए हैं। മൂന്നാമത് ദൈവരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ. അർത്ഥം ശ്രദ്ധിക്കുക. यहाँ यीशु मसीह बताया हुआ वचन को आप ध्यान दीजिए। ദൈവരാജ്യം നിമിത്തം, यहाँ लेके परमेश्वर के राज के लिए, വേറൊരാളുടെ നിർബന്ധത്താലല്ല, തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാർ. अपने दूसरे के दबाव में नहीं, अपने आप से परमेश्वर के राज के लिए नपुंसक बनाए गए। ഇവിടെ പറയുന്ന ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരർത്ഥം ദൈവസഭ എന്നുള്ളതാണ്. यहाँ जो परमेश्वर का राज का जो कहने का मतलब परमेश्वर की कलीसिया है। ദൈവസഭ നിമിത്തം, यहाँ लिखेंगे परमेश्वर की कलीसिया के निमित्त, വേറെ ആരും നിർബന്ധിച്ചല്ല, कोई भी दबाव से नहीं, തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കി. अपने आप को नपुंसक बना दिए हैं। എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠിക്കപ്പെട്ടവരെന്നർത്ഥം. इसका मतलब है कि अपने जीवन को उन्होंने समर्पित कर दिया है। ലോകത്തിൽ ജഡപ്രകാരമുള്ള ബന്ധം വേണ്ട എന്ന് പ്രതിഷ്ഠിച്ചവർ. संसार के तौर पर कोई रिश्ता नहीं चाहिए करके अपने आप को प्रतिष्ठा किए लोग, അവരാണ് ദൈവരാജ്യത്തിന്റെ ഈ സഭയുടെ സേവകർ, और वही है इस ശുശ്രൂഷകർ. परमेश्वर के राज के स्वर्ग राज के सेवक लोग। അപ്പോസ്തോലിക പ്രതിഷ്ഠയുള്ളതായ ശുശ്രൂഷകർ. प्रेरितों की संगत, प्रेरितों का उपदेश या प्रेरितों का प्रतिष्ठा रखने वाले लोग, ദൈവത്തിന് സ്തോത്രം. प्रभु के नाम की तारीफ हो। അവർ പ്രതിഷ്ഠിക്കപ്പെട്ടവരും ജഡപ്രകാരമുള്ള ബന്ധങ്ങൾ വേർപെട്ടവരുമാണ്. और प्रतिष्ठित के इतने नहीं, संसार के रिश्ते नाते से वे अलग किए गए हैं। അത് ആത്മീക ഗോളത്തിൽ ഒരു ഉന്നതമായ ജീവിതമാണ്. और आत्मिक तरीके से एक श्रेष्ठ जीवन है। അത് 1 കൊരിന്ത്യർ 7 അധ്യായം പഠിക്കുമ്പോൾ അതിന്റെ വ്യത്യാസം पहला മനസ്സിലാക്കും. कुरिन्थी जब 7वां अध्याय पढ़ेंगे उसमें सब फर्क पता चलेगा। വിവാഹം കൂടാതെ ജീവിക്കുന്ന ജീവിതത്തിന്റെ ശ്രേഷ്ഠത. वहाँ बिना विवाह के जीवन बिताने वाले जीवन की खासियत क्या है? വിവാഹം കഴിച്ചവളോ, और വിവാഹം കഴിച്ച ഒരു സ്ത്രീയോ, और विवाह हुई एक स्त्री, ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്ന് വിചാരിച്ച ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. हम देखते हैं कि कैसे अपने पति को प्रसन्न करना करके वो संसार में उसके बारे में सोचती रहती है। വിവാഹം കഴിയാത്തവളോ, और लेकिन जिसका विवाह नहीं हुआ है, ആത്മാവിലും ശരീരത്തിലും വിശുദ്ധയാകേണ്ടതിന് കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് വിചാരിച്ച് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. और लेकिन आत्मा में और शरीर में कैसे पवित्रता हो करके प्रभु के लिए सोचती है। ക്രിസ്തീയ ഗോളത്തിൽ അങ്ങനെ ഒരു ജീവിതമുണ്ട് പ്രിയമുള്ളവരെ. मसीह जगत में भी ऐसा जीवन है प्रिय लोगों। ദൈവരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരായി പ്രതിഷ്ഠിച്ച ജീവിതം. परमेश्वर के राज के लिए अपने लिए नपुंसक होकर प्रतिष्ठित करके जीवन बिताने वाले लोग। എന്തിനാണ് അങ്ങനെ ഒരു ജീവിതം? ऐसा जीवन क्यों चाहिए? ദൈവത്തിന്റെ സഭയെ പൂർണ്ണതയിലേക്ക് നടത്തേണ്ടതിന്, परमेश्वर की कलीसिया को सिद्धता की ओर ले जाने के लिए। ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയും, हम परमेश्वर के सन्मुख में होकर कह सकते हैं, ഞങ്ങൾ അപ്രകാരം ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചവരാണ്. ऐसा ही हम अपने आप को प्रतिष्ठित यानी समर्पित किए हैं। ദൈവരാജ്യം നിമിത്തം ഞങ്ങളെ തന്നെ ഷണ്ണന്മാരായി പ്രതിഷ്ഠിച്ചവർ. परमेश्वर के राज के खातिर हम अपने आप को नपुंसक बनाए हैं। മറ്റാരും നിർബന്ധിച്ചല്ല, कोई बोल के या दबाव से नहीं है, വിവാഹം കഴിക്കുന്നതിൽ നിന്ന് വിലക്കിയതല്ല. और विवाह से हमें कोई मनाही किया, ऐसा नहीं है। 19 വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതാണ്. 19 साल में मैं प्रभु की सेवकाई में आया है। എന്നെ ആരും വിലക്കിയില്ല വിവാഹം കഴിക്കുന്നതിൽ कोई നിന്ന്. भी मुझे शादी करने से मनाही नहीं किया। ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വന്നപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് വേണമെങ്കിൽ വിവാഹം കഴിക്കാം. जब सुसमाचार सेवा के लिए जब आया तो लोग ने पूछा कि ऐसा है तो कर सकता है। പക്ഷേ ഞാൻ ദൈവരാജ്യം നിമിത്തം എന്നെ തന്നെ പ്രതിഷ്ഠിച്ച ഒരു ഷണ്ണനായി और परमेश्वर के राज के खातिर मैं अपने आप को प्रतिष्ठित करके एक नपुंसक बनना चाहा। കഴിഞ്ഞ 24 വർഷമായി ഞാൻ അങ്ങനെ ജീവിക്കുന്നു.
पिछले 24 साल से मैं ऐसा जीवन बिता रहा हूँ। ഞാൻ മാത്രമല്ല, ഈ സുവിശേഷ പ്രവർത്തകരെല്ലാം അങ്ങനെ ജീവിക്കുക. और मैं ही नहीं, यहाँ बैठे हुए सुशिक्षित सेवक लोग भी ऐसी जीवन बिताते हैं। എന്തിനങ്ങനെ ജീവിക്കണം? ऐसा क्यों जीवन बिताना है? ദൈവസഭ നിമിത്തമായി परमेश्वर के कलीसिया के निमित्त ഇപ്രകാരം പ്രതിഷ്ഠിക്കപ്പെട്ട ജീവിതം കൊണ്ട് എന്താണ് വിശേഷത? ऐसे प्रतिष्ठित जीवन से क्या फायदा है? ലോകത്തിൽ ഞങ്ങൾക്ക് ജഡപ്രകാരം ഒരു ബന്ധങ്ങളുമില്ല. संसार के तौर पर शरीर से हमें कोई रिश्ता नहीं है। അപ്പനുമില്ല, അമ്മയുമില്ല, ഭാര്യയുമില്ല, മക്കളുമില്ല, സഹോദരങ്ങളുമില്ല, എല്ലാവരും വിട്ടു. और न बाप है, न बाप माँ है, न कोई रिश्ता है, न पति पत्नी, न बच्चे हैं। അതുകൊണ്ട് എന്താ പ്രത്യേകത? उससे क्या फायदा, क्या खासियत है? ഞങ്ങളുടെ മുഴുവൻ സ്നേഹവും ഈ ജനത്തിന് സഭയ്ക്ക് കൊടുക്കാൻ കഴിയുന്നു. क्योंकि इसलिए हम अपना पूरा प्रेम अपनी कलीसिया अपने लोगों को दे पाते हैं। എനിക്കൊരു കുടുംബം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും? मैं एक परिवार है तो कैसा जीवन बिता सकता हूँ? 50% സ്നേഹം ഭാര്യയ്ക്ക്, और 50% तो पत्नी के लिए, രണ്ട് പിള്ളേരുണ്ടെങ്കിൽ 20%, 40% രണ്ട് പിള്ളേർ. और 20% करके यदि 2 बच्चे हैं तो उनके लिए है। ബാക്കി പിന്നെ അപ്പനും അമ്മയ്ക്കും 2.5%, 2.5%, और अपने उनके यदि माँ बाप 95 പോയി, പിന്നെ 5 ഉള്ളൂ. और यदि माँ बाप है तो 5% उनको, तो बचा 5% है 100 में, ബാക്കി 5% സഭയ്ക്ക്. और 5% जो है कलीसिया के लिए है। അപ്പൊ അങ്ങനെ ഞങ്ങളുടെ സ്നേഹം പല കൈവഴി പോകത്തില്ല, മുഴുവനും സഭയ്ക്ക് കൊടുക്കും. और इसलिए हमारा जो प्रेम और कहीं नहीं बढ़ता नहीं है, पूरा पूरा कलीसिया में जाता है। അതാണ് ഈ കൂട്ടായ്മയുടെ ശ്രേഷ്ഠത. इसलिए ये संगति की खासियत है। സ്നേഹം മാത്രമല്ല, ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവും മുഴുവൻ ഈ സഭയ്ക്ക് വേണ്ടി. सिर्फ प्रेम ही नहीं, हमारा जीवन, हमारा स्वास्थ्य, हमारा सब कुछ इसी में हम दे देते हैं। 24 മണിക്കൂറും ഈ സഭയിൽ തന്നെ, ये 24 घंटा इस कलीसिया के अंदर ही है। ഇതേ ഒരു വേലയിൽ തന്നെ, यही सेवा में ही रहते हैं। എപ്പോഴും യേശുവിനോട് കൂടെ തന്നെ. हर समय यीशु मसीह के साथ रहना। ഞങ്ങളുടെ കൈവശം ലഭിക്കുന്ന പണം മുഴുവൻ ഈ സഭയ്ക്കുള്ളതാണ്. और हमारे हाथ में जितना पैसा मिलता है वो सब कलीसिया के लिए है। ഞങ്ങളുടെ ആരോഗ്യം മുഴുവൻ സഭയ്ക്കുള്ളതാണ്. हमारे जितने भी स्वास्थ्य है, ताकत है, सब कलीसिया के लिए എന്റെ है। തീരുമാനവും പ്രതിഷ്ഠയും ഇങ്ങനെയാണ്. मेरे प्रतिष्ठा और मेरा फैसला ऐसा ही है। എന്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം ശേഷിക്കുന്നെങ്കിൽ അത് യേശുവിന് വേണ്ടിയും യേശുവിന്റെ സഭയ്ക്ക് വേണ്ടിയുമായിരിക്കും. यदि मेरे जीवन में एक बूंद भी खून बसता है तो वो यीशु मसीह के लिए और उसकी कलीसिया के लिए है। 24 വർഷമായി എന്റെ ഓരോ തുള്ളി രക്തവും ദൈവസഭയ്ക്ക് വേണ്ടി ഊറ്റുന്നു. और 24 साल से एक एक बूंद खून परमेश्वर की कलीसिया के लिए बहाता हूँ। എന്റെ അധ്വാനത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയാം? और मेरी मेहनत का लक्षण क्या है? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളെ വിശുദ്ധിയിൽ പൂർണ്ണരാക്കി യേശുവിന്റെ മുൻപാകെ കൊണ്ടുപോയി मेरे നിർത്തണം. हाथों में जितने आत्माएं सौंपे गए हैं उनको पूर्ण और सिद्ध करके प्रभु हाथ में देना है। പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഒരു കൂട്ടായ്മ ആവശ്യമാണ്. प्रिय लोगों, आपके लिए एक संगति आवश्यक है। അപ്പോസ്തോലികമായ കൂട്ടായ്മ. प्रेरितों की संगति आवश्यक നിങ്ങൾ है। യഥാർത്ഥമായി ദൈവസഭയ്ക്കുള്ളിൽ വരണം. यथार्थ तरीके परमेश्वर के राज्य में आना है। നിങ്ങൾ പൂർണ്ണപ്പെടാൻ आप ആഗ്രഹിക്കുന്നെങ്കിൽ, पूर्ण और सिद्ध होना चाहते हैं യേശുവിന്റെ तो, വരവിൽ എടുത്തുകൊള്ളപ്പെടാൻ ആഗ്രഹിക്കുന്നു. यीशु की आगमन में उठा लिया जाना चाहते हैं तो, അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു, प्रेरित पौलुस कुलिसियों को पत्र लिखते समय यूं कहा, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ उसको हम सिखाने के लिए ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് हर एक व्यक्ति को मसीह में पूर्ण और सिद्ध बनाने के लिए അതിനായി ഞങ്ങൾ പ്രസംഗിക്കുന്നു, उसके लिए हम प्रचार करते हैं, അതിനായി ഞങ്ങൾ ഉപദേശിക്കുന്നു, उसके लिए उपदेश देते हैं, അതിനായി ഞങ്ങൾ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. उसके लिए हम कोशिश करते हैं और प्रयत्न करते हैं। ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പറയട്ടെ, परमेश्वर के सन्मुख में होकर मैं कहने दे, ഞങ്ങൾ ഈ വേല ചെയ്യുന്ന പണത്തിനു വേണ്ടിയല്ല, हम इस प्रकार की सेवा पैसा के लिए नहीं करते हैं, പണം സമ്പാദിപ്പാൻ വേണ്ടിയല്ല. पैसा कमाने के लिए नहीं करते हैं। ഞാൻ എന്റെ അനുഭവം പറഞ്ഞല്ലോ. मैं अपने अनुभव आपको बताया। 24 വർഷം സുവിശേഷ വേല ചെയ്തു, 5 പൈസയും സമ്പാദിച്ചിട്ടില്ല. और 24 साल से मैं प्रभु की सेवकाई किए, 5 पैसा ही मैंने अपना होकर नहीं कमाया है। എന്റെ പേരിൽ 10 പൈസ ബാങ്ക് ഡിപ്പോസിറ്റ് ഇല്ല. और मेरे नाम से 10 पैसा बैंक में डिपॉजिट भी नहीं है। എനിക്ക് അരസന്റെ ഭൂമി ഈ ലോകത്തിലില്ല. इस संसार में आधा एकड़ जमीन भी मेरे लिए नहीं है। എന്റെ പേരിൽ എന്ന് പറയുവാൻ 5 രൂപയുടെ സ്വത്ത് പോലും എനിക്കില്ല. मेरे खुद के नाम से बोलने से आज 5 रुपए का भी वस्तु मेरे पास नहीं है। സമ്പാദിക്കാൻ അറിയാൻ പാടില്ല, कमाने के लिए नहीं मालूम, ऐसा नहीं है। പണം എന്റെ കയ്യിൽ കിട്ടാഞ്ഞിട്ടുമല്ല. ऐसा मेरे हाथ में नहीं मिलता, ऐसा भी नहीं है। ഒരു വെളിപ്പാട് ഞങ്ങൾക്കുണ്ട്. एक प्रकाश हमें है, ദൈവം ഞങ്ങൾക്ക് തരുന്ന എല്ലാം ദൈവജനത്തിനു വേണ്ടിയാണ്. और जो कुछ प्रभु हमको देता है सब परमेश्वर के लोगों के लिए है। പ്രകാരം പ്രതിഷ്ഠിക്കപ്പെട്ട ശുശ്രൂഷകരെ ഈ ദൈവരാജ്യത്തിന്റെ സേവകരാക്കിയിരിക്കുന്നു. और हम देखते हैं ऐसे प्रतिष्ठित समर्पित लोगों को परमेश्वर के राज के सेवक बना देता है। രാവും പകലും ഉപദേശിച്ച് ജനത്തെ തികവിലേക്ക് रात നടത്തും. और दिन उपदेश देकर के लोगों को सिद्धता में बढ़ाते हैं। നാലാമത് ഈ ദൈവരാജ്യത്തിന് ഒരു പ്രമാണമുണ്ട്, ലാ, നിയമം. और चौथी बात है, परमेश्वर के इस राज्य के लिए एक व्यवस्था, एक नियम है। ഈ ദൈവരാജ്യത്തിന്റെ നിയമം എന്താണ്? ये परमेश्वर की राज की व्यवस्था नियम क्या है? ആ നിയമത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപം യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ കാണാം. और उस नियम का जो बात है उस यीशु मसीह की पहाड़ी उपदेश में हम देख सकते हैं। ഒരു വിശ്വാസി ജീവിപ്പാൻ ആവശ്യമായ പ്രമാണമാണ് ഗിരിപ്രഭാഷണം. और एक विश्वासी के लिए जीवन बिताने के लिए आवश्यक बातें पहाड़ी उपदेश में है। മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ വീട്ടിൽ പോയി
നല്ലതുപോലെ ശ്രദ്ധിച്ചു വായിക്കണം. और मत्ती समाचार 5, 6, 7 आप ठीक से जाके घर में पढ़िए. അവിടെ യേശു ഇങ്ങനെ പറയുന്നു, वहाँ यीशु मसीह ऐसा बोलते हैं, സഹോദരനോട് നിസാരായി എന്ന് പറയുന്നവൻ ന്യായാധിപ സഭയുടെ മുൻപാകെ നിൽക്കും. यहाँ लिखा है कि जो भाई को निकम्मा करेगा महासभा में दंड के योग खड़ा होगा. മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാണ്. और अरे मूर्ख बोलने से आग की नरक के दंड योग होगा. അതാണ് ഈ ദൈവജനത്തിന് കൊടുത്തിരിക്കുന്ന പ്രമാണം. ये परमेश्वर के लोगों को दिया गया व्यवस्था. സഹോദരനോട് കോപിക്കുന്നവൻ കുലപാതകം ചെയ്യുന്നു. और जो भाई से गुस्सा करता है, नाराज करता है, वो हत्यारा होता है. ഇതാണ് ഈ സഭയ്ക്കുള്ള പ്രമാണം. ये कलीसिया के लिए व्यवस्था है. പിന്നെയും താഴോട്ട് പഠിക്കുന്നു, और नीचे पढ़ने से, സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നവൻ അവളോട് ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യും. और यदि स्त्री को अपने मुंह दूरदृष्टि करता है तो उसे व्यभिचार किया जैसा है. അതുപോലെ തിരിച്ചും പുരുഷനെ സ്ത്രീ മോഹത്തോടെ നോക്കിയാൽ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യും. और उसी प्रकार से उल्टा यदि स्त्री पुरुष को साथ करने से भी वो व्यभिचार जैसे है. എന്താണത് വ്യക്തമാക്കുന്നത്? इससे क्या समझते हैं? കണ്ണുമായി ഒരു നിയമം ചെയ്ത് ജീവിക്കണം. इसका मतलब आंख से एक वाचा बांध के जीवन बिताना है. പഴയ നിയമ ഭക്തനായി ഇയ്യോബ് പറയുകയാണ്, एक पुराना नियम का भक्त अय्यूब कहता है, ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിരിക്കുന്നു. मैं अपने आंख से एक समझौता किया है. പുതിയ നിയമസഭയിൽ ജീവിക്കുന്നവർ ഇപ്രകാരം നിയമത്തിൽ ജീവിക്കുന്നവരായിരിക്കും. और नए नियम के लोग जो इस प्रकार के समझौते के साथ जीवन बिताना है. നാവുമായി നിയമം ചെയ്തവർ, और जीभ से समझौता किए हैं, കണ്ണുമായി നിയമം ചെയ്തവർ, आंख से समझौता किए हैं, ശരീരത്തിന്റെ അവയവങ്ങളുമായി നിയമം ചെയ്തവർ, शरीर के अंगों के साथ समझौता किए हैं. പിന്നെയും താഴോട്ട് പഠിക്കുന്നുണ്ട്, और नीचे नीचे पढ़ने से, നിന്റെ ശത്രുവിനെ സ്നേഹിപ്പീൻ, तो अपने शत्रु को प्रेम करना, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. जो आपको तंग करते हैं उनके लिए प्रार्थना करना. പിന്നെയും താഴോട്ട് പഠിക്കുന്നു, और नीचे पढ़ने से, നിന്റെ നീതി മനുഷ്യർ കാണുക ചെയ്യരുത്, तू अपनी धार्मिकता मनुष्यों के सामने नहीं करना. പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ മുഖം വാടിക്കരുത്, और जब प्रार्थना करेगा तो चेहरा मुरझाना नहीं. മുറി അടച്ച് മുറിയിൽ കടന്ന് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിപ്പീൻ. कमरे बंद करके अपने पिता से गुप्त में प्रार्थना करना. 7-ാം അധ്യായം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, और 7वां अध्याय इस प्रकार से अंत करते हैं, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. आपका प्रभु जिस प्रकार से हर प्रकार से पवित्र है, सब बातों में पवित्र होना है. ഇതാണ് ഈ ദൈവരാജ്യത്തിന്റെ പ്രമാണം. यही है परमेश्वर की राज की व्यवस्था. അഞ്ചാമതായി ഈ രാജ്യത്തിന് ഒരു ശക്തിയുണ്ട്. और पांचवी बात, इस राज्य के लिए सामर्थ एक शक्ति ഈ है. ദൈവരാജ്യം എന്ന് പറയുന്നത് ശക്തിയുള്ളതാണ്. परमेश्वर का राज्य बोलने से सामर्थ है इसमें. ദൈവസഭ നിർജീവമല്ല. परमेश्वर का राज्य, परमेश्वर की कलीसिया निर्जीव नहीं है. ദൈവസഭ ചത്തവരുടെ കൂട്ടമല്ല. और परमेश्वर का जो राज्य कलीसिया है वो मरे का झुंड नहीं है. അത് ചത്ത അസ്ഥികൂടങ്ങളുമല്ല. और वो सूखी हड्डियों का ढेर भी नहीं है. ദൈവസഭയിൽ ദൈവശക്തിയുണ്ട്. परमेश्वर की कलीसिया में परमेश्वर की शक्ति होती है. ഉയരത്തിലെ ശക്തി, ऊपर की शक्ति, പരിശുദ്ധാത്മാവിന്റെ ശക്തി, पवित्र आत्मा की शक्ति, അവിടെ ശക്തി വ്യാപരിക്കുന്നു. वो शक्ति वहाँ व्यापृत होती है. രോഗികൾ സൗഖ്യമാകുന്നു. बीमार लोग चंगे होते हैं. ഭൂതങ്ങൾ അലറിയോടുന്നു. दुष्ट आत्माएं भाग जाती है. ദൈവസഭയിൽ ഇതൊക്കെ ഉണ്ടെന്ന്. ये सब परमेश्वर की कलीसिया में होता है. ദൈവശക്തി ഉണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടായിരിക്കും. परमेश्वर की शक्ति होने से ये सब होता है. ദൈവസഭയിൽ കടന്ന് കാല് വെക്കുമ്പോൾ സൗഖ്യമുണ്ടാകും. और परमेश्वर की कलीसिया में पैर रखने से चंगाई शुरू होती है. ദൈവസഭയിൽ പ്രവേശിച്ച് ആരാധിക്കുമ്പോൾ ദൈവശക്തി വ്യാപരിക്കും, സൗഖ്യം. परमेश्वर के राज्य की कलीसिया में रखते ही अब हर प्रकार की चंगाई हमें मिलती है. എല്ലാ ഇരുട്ടും ശക്തികൾ सारे ഓടി. संसार अंधकार की शक्तियां दूर हो जाती है. ഇത് പരിശുദ്ധാത്മാവിന്റെ അത്യന്തമായ ശക്തിയാണ്. ये पवित्र आत्मा की असीम सामर्थ है. ആറാമതായി ഈ ദൈവരാജ്യത്തിന് ആയുധമുണ്ട്. और छठी बात है, इस परमेश्वर के राज के लिए हथियार है. ഈ പോരിന്റെ ആയുധം ജഡീകമല്ല. और ये जो लड़ाई का जो हथियार है वो सांसारिक नहीं है. ഒരു രാജ്യത്തിന്റെ ശക്തി അതിന്റെ ആയുധത്തിലാണ് അധിഷ്ഠിതമായി. और किसी भी राज्य, किसी भी देश का जो ताकत है उसके हथियार में निहित है. ഭാരതം എത്ര വിശാലമാണെങ്കിലും ആയുധമില്ലെങ്കിൽ ഇത് ശക്തമല്ല. और यदि भारत कितना भी विशाल हो, इसके पास हथियार नहीं है तो उसमें ताकत नहीं होता है. ഇതുപോലെ ദൈവസഭയെ സംബന്ധിച്ച് ആയുധം പ്രധാനമാണ്. इसलिए परमेश्वर की कलीसिया के लिए हथियार आवश्यक है. 2 കൊരിന്ത്യർ 10:4 വായിക്കുന്നു, ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീകമല്ല. और दूसरा कुरिन्थी 10:9 में पढ़ते हैं, हमारे हथियार जो है शारीरिक नहीं है. ആയുധമുണ്ട്, പക്ഷെ ജഡീകമല്ല. हाँ, हमारे पास हथियार है लेकिन शारीरिक नहीं है. പകരത്തിന് പകരം ചെയ്യുന്ന പോരിന്റെ ആയുധമല്ല. विरोध के विरोध, बदले के बदले करने वाला हथियार नहीं है. ഇങ്ങോട്ട് മുഷ്ടി ഉരുട്ടിയാൽ അങ്ങോട്ട് മുഷ്ടി और ഉരുട്ടും. यहाँ मुट्ठी दिखाने से वहां से भी मुट्ठी दिखाएंगे. പല്ലും നഖവും ഇങ്ങോട്ട് കാണിച്ചാൽ അങ്ങോട്ടും കാണിക്കും. അതല്ല ഇവിടുത്തെ ആയുധം. और दांत और नखून दिखाने से वहां भी दिखाएंगे. वो यहाँ का हथियार नहीं है. ദൈവസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം സ്നേഹം. परमेश्वर की कलीसिया का पहला हथियार है प्रेम. നമ്മുടെ കയ്യിലുള്ള ആയുധം സ്നേഹം. हमारे हथियार है वो प्रेम है. ആ ആയുധം കയ്യിലുള്ളവർ കരങ്ങളെ ഉയർത്തിയവർ ഹല്ലേലൂയ പറഞ്ഞിട്ട് इसके पास ये हथियार अपने हाथों को लग हालेलुया पुकारे. ഹല്ലേലൂയ. മനുഷ്യനെ കീഴ്പ്പെടുത്തുവാൻ ഇതിനേക്കാൾ വലിയ
ശക്തമായ മറ്റൊരായുധം. मनुष्य किसी भी मनुष्य को अधीन करने के लिए प्रेम के अलावा कोई हथियार नहीं है. ആത്മീകമായ മറ്റു ചില ആയുധങ്ങളെ കുറിച്ച് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു. और भी कुछ हथियार के बारे में एफेसी किताब 6वां अध्याय में पढ़ते हैं. രക്ഷയെന്ന് ശിരസ്ത്രം, और उद्धार रूपी टोप है, നീതി എന്ന മാർക്കവചം, और धर्मी रूपी झलम है, കാലിന് സമാധാന സുവിശേഷം എന്ന ഒരുക്കമെന്ന और ചെരുപ്പ്, पैर के लिए मेल मिलाप की जूती है, അരയ്ക്ക് സത്യം എന്ന ബെൽറ്റ്, और कमर के लिए सत्य रूपी पटुका है, ഒരു കൈയിൽ ദൈവ വിശ്വാസം എന്ന പരിച, और एक हाथ में विश्वास रूपी ढाल है, മറു കൈയിൽ ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ, और दूसरी हाथ में परमेश्वर का वचन रूपी तलवार. ഇതാണ് പോരിന്റെ ആയുധം. यही है हमारा विरोध लड़ाई की हथियार. ഇത് ധരിച്ച് പോർക്കളത്തിൽ നിൽക്കുകയാണ്. और इस सब को पहनकर हम लड़ाई के मैदान में खड़े हैं. ഇതാണ് ആത്മീക ദൈവരാജ്യം. यही है आत्मिक परमेश्वर का ഈ राज्य. ആത്മീക ദൈവരാജ്യമായ സഭ ഇന്ന് ഭൂമിയിലുണ്ട്. और इस प्रकार के परमेश्वर के आत्मिक राज्य कलीसिया संसार में है. ഇതിന്റെ ഉത്ഭവം പെന്തിക്കോസ് നാളിലായിരുന്നു. और इसकी शुरुआत उस पेंतिकोस के दिन से शुरू हुआ. ദൈവസഭയുടെ ആരംഭം പെന്തിക്കോസ് നാളിലാണ്. परमेश्वर की कलीसिया का शुरुआत पेंतिकोस के दिन से हुआ. പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മാവിനെ പകർന്നുകൊണ്ട് ദൈവസഭയ്ക്ക് ദൈവം തുടക്കം കുറിച്ചു. और परमेश्वर के उस दिन में पवित्र आत्मा को दे करके कलीसिया को शुरुआत किया. ഏതാണ്ട് 20ഓളം നൂറ്റാണ്ടുകളായി ദൈവം തന്റെ സഭയുടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. और तकरीबन 20 शताब्दी के पहले से ही अपनी कलीसिया को शुरुआत कर दिया है. ആറാം യുഗമായ കൃപായുഗത്തിന്റെ ഒടുവിൽ और 6वां युग अनुग्रह युग के अंत में യേശു ക്രിസ്തു മടങ്ങി വരും. यीशु मसीह वापस लौट आएंगे. മടങ്ങി വരുമ്പോൾ ഈ ആത്മീക ദൈവരാജ്യമായ ദൈവസഭ ഭൂമിയിൽ നിന്നെടുക്കും. और ये आत्मिक जो परमेश्वर का राज्य कलीसिया है इस भूमि से इस संसार से उठा लिया जाएगा. അതോടുകൂടെ ആറാം യുഗമായ കൃപായുഗം इसी അവസാനിക്കും. के साथ 6वां युग समाप्त हो जाएगा. ആറാം യുഗമായ കൃപായുഗത്തിന് ശേഷം 6वां युग अनुग्रह का युग समाप्ति के बाद രണ്ട് യുഗങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നു. उसके बाद 2 युग बड़ा प्रधान है, महत्वपूर्ण है. ഒന്ന് ഉപദ്രവകാലം, രണ്ട് മഹോപദ്രവകാലം. 7ഉം 8ഉം യുഗങ്ങൾ. पहला 7वां है क्लेश का समय और 8वां है महाक्लेश का समय. അത് 7 വർഷക്കാലമായിരിക്കും. इसका पूरी जो अवधि है वो 7 साल का है. ആ 7 വർഷക്കാലത്തെ സാത്താന്യ സാമ്രാജ്യത്തിന്റെ അതിന്റെ ഫൈനലാണ് അവസാനം. और ये जो 7 साल है शैतान के साम्राज्य का अंतिम दौर रहेगा. ഇന്ന് ലോകരാജ്യത്വം ജാതികളുടെ കയ്യിലാണ്. अभी तो संसार का राज्य जातियों के हाथ में है. ആ ജാതീയ രാജ്യത്വത്തിന്റെ അവസാനമാണ് ഈ 7 വർഷ ഭരണം. और उस जातीय जो युग का यानी अधिकार का समापन है जो शैतान का राज का शुरुआत. ഈ 7 വർഷത്തെ ഭരണത്തെ, ആ രാജ്യത്തെ അന്തിക്രിസ്തുവിന്റെ സാമ്രാജ്യം എന്ന് വിളിക്കുന്നു. ये 7 साल के राज्य को ख्रिस्त विरोधी का राज्य होकर कह सकते हैं. ഈ അന്തിക്രിസ്തുവിന്റെ 7 വർഷത്തെ ഭരണം കഴിഞ്ഞ ശേഷം 7 साल का ख्रिस्त विरोधी का राज्य के बाद ഈ ലോകത്തിൽ ഒരു ഭയാനക യുദ്ധമുണ്ടാകും. അതിനെ ഹർമഗദോനി യുദ്ധം എന്ന് വിളിക്കും. इसके बाद एक भयानक युद्ध होगा, उसे हर्मगदोन का युद्ध होकर ആ कहते हैं. ഹർമഗദോൻ യുദ്ധത്തോടു കൂടെ उस हर्मगदोन युद्ध के द्वारा യേശു ക്രിസ്തു ഈ ഭൂമിയുടെ രാജ്യത്വം यीशु ഏറ്റെടുക്കുകയാണ്. मसीह इस संसार का राज्यत्व यानी हकीमता यानी राज ले लेगा. യേശു ക്രിസ്തു ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുത്തു यीशु കഴിഞ്ഞാൽ मसीह इस संसार का शासन लेने के बाद 1000 വർഷം ഈ ഭൂമി യേശുവിന്റെ ഭരണത്തിന് കീഴിലായിരിക്കും. 1000 साल यीशु मसीह के अधीन में ये राज्य रहेगा. അന്ന് യേശു ക്രിസ്തു ഭൂമിക്ക് രാജാവായിരിക്കും. उस समय यीशु मसीह इस पृथ्वी का राजा होकर रहेगा. സർവ്വ ഭൂമിക്കും രാജാവായിരിക്കും. सर्व भूमि सर्व देश का राजा रहेगा. തന്റെ വിശുദ്ധന്മാർ ക്രിസ്തുവിനോടുകൂടെ ഭരണകർത്താക്കളായിരിക്കും. और उसके पवित्र लोग उसके साथ शासन करेंगे. ആ 1000 വർഷത്തെ ഭരണത്തെ ദൈവരാജ്യത്തിന്റെ രണ്ടാം ഘട്ടമെന്ന് പഠിക്കുന്നു. और वो 1000 साल के राज्य को परमेश्वर के राज का दूसरा पहलू होकर हम देखते हैं. ഞാനിപ്പോൾ ഈ രണ്ട് രാജ്യത്വങ്ങളെയും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്താൻ പോവുകയാണ്. और अभी मैं ये दोनों राज्यों के बीच में समानता तुलना बताने जा रहा हूँ. 7 വർഷത്തെ എതിർ ക്രിസ്തുവിന്റെ സാമ്രാജ്യം, और 7 साल का ख्रिस्त विरोधी का साम्राज्य, അന്നത്തെ ഭൂമിയിലെ ഭരണം, उस समय के पृथ्वी का राज्य, അന്നത്തെ ഭൂമിയിലെ രീതികൾ, उस समय के पृथ्वी की रीति रिवाज, അതിനുശേഷമുള്ള യേശുവിന്റെ 1000 ആണ്ട് ഭൂമിയിലെ ഭരണം. और उसके बाद 1000 साल के लिए यीशु मसीह का राज्य, 7 വർഷം 1000 വർഷം. और एक 7 साल का राज्य और 1000 साल का ഈ राज्य. രണ്ട് സാമ്രാജ്യങ്ങളിൽ ഏതിലൊന്നിലെങ്കിലും നിങ്ങൾ ഉൾപ്പെട്ടേ മതിയാകും. और इस दोनों साम्राज्य के बीच में किसी में भी आप उसमें सम्मिलित होना है. നിങ്ങൾ യേശുവിന്റെ വരവിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ यीशु मसीह के आगमन में उठा लिए नहीं जाने से അന്തിക്രിസ്തുവിന്റെ 7 വർഷ സാമ്രാജ്യത്തിൽ നിങ്ങൾ തീർച്ചയായും അകപ്പെടും. और ख्रिस्त विरोधी के 7 साल के महाराज में आप प्रवेश कर पाएंगे. യേശുവിന്റെ വരവിൽ എടുക്കപ്പെട്ടാൽ यीशु मसीह के आगमन में उठा लिए जाने से 1000 ആണ്ട് യേശുവിനോടുകൂടെ ഭരണകർത്താക്കളായി ഭരിക്കാം. और 1000 साल यीशु मसीह के साथ शासन करेंगे. ഒന്നുകിൽ
അന്തിക്രിസ്തുവിന്റെ 7 വർഷത്തെ ഭരണം, नहीं तो एक में 7 साल के लिए ख्रिस्त विरोधी का राज्य में, ഇല്ലെങ്കിൽ യേശുവിനോട് കൂടെ 1000 ആണ്ട് नहीं ഭരണകർത്താക്കൾ. तो यीशु मसीह के साथ 1000 साल के राज्य में रहना. 2 സാമ്രാജ്യങ്ങളെ നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. 2 साम्राज्य हम आपके सामने में रखते हैं, आपको जो पसंद है ले सकते हैं. ഒന്നുകിൽ അന്തിക്രിസ്തുവിന്റെ 7 വർഷത്തെ ഭരണത്തിൽ, नहीं तो एक समय ख्रिस्त विरोधी का 7 साल का साम्राज्य, ഇല്ലെങ്കിൽ 1000 ആണ്ട് യേശുവിനോട് കൂടെ 1000 ആണ്ട് വാഴ്ച. नहीं तो 1000 साल का यीशु मसीह के साथ राज्य. ഈ 7 വർഷത്തെയും 1000 വർഷത്തെയും ഭരണത്തിന്റെ വ്യത്യാസം और ये 7 साल का और 1000 साल के राज्य में फर्क, വ്യത്യാസം നന്നായി മനസ്സിലാക്കിയിട്ട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക്. और इसकी आपस में तुलना करके जो पसंद है आप उसको स्वीकार कर सकते हैं. ഏറ്റവും ഒടുവിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഏത് വേണമെന്ന്. और आप में अंत में बोलने से काफी है कि कौन सा चाहिए, അന്തിക്രിസ്തുവിന്റെ സാമ്രാജ്യം വേണമോ യേശുവിന്റെ ഭരണം വേണമോ, ആ സാമ്രാജ്യം വേണോ, ഏത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. और ख्रिस्त विरोधी का राज्य चाहिए या यीशु मसीह का राज्य करिए, आप स्वयं कह सकते हैं. യേശുവിന്റെ വരവിന് ശേഷം 7 വർഷം ഈ ഭൂമിയിൽ അന്തിക്രിസ്തുവിന്റെ ഭരണം ഉണ്ടാകും. यीशु मसीह के आगमन के बाद 7 साल इस संसार में ख्रिस्त विरोधी का राज्य रहेगा. ദൈവത്തിന് സ്തോത്രം. प्रभु के नाम की तारीफ हो. അന്ന് ഈ ഭൂമിയെ ഭരിക്കുന്നത് 3 ശക്തികൾ ചേർന്നാണ് 7 വർഷം ഭരിക്കുന്നത്. और 7 साल जो है इस पृथ्वी को 3 शक्ति मिलकर राज्य करेंगे. ചാർട്ടിന്റെ ഈ ഭാഗത്ത് ചെറുതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ये चार्ट के पीछे में संक्षिप्त में ये लिखा गया है, നിങ്ങൾക്ക് കാണാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. और आप देख पाते हैं करके मुझे शक है. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ഈ പൈശാചിക തൃത്വ ശക്തികളെ ചിത്രീകരിച്ചിരിക്കുന്നു. और यहाँ प्रकाशित हुआ कि 13वां अध्याय के 8वें वचन में ये शैतान की शक्ति के बारे में 7 വർഷം ഈ ഭൂമിയെ ഭരിക്കുന്ന പൈശാചിക തൃത്വ ശക്തി. हम देखते हैं कि 7 साल ख्रिस्त विरोधी के राज्य में करने वाला त्रिशक्ति. ഒന്നാമത്തെ ശക്തിയാണ് മഹാസർപ്പം. पहला शक्ति है महा अजगर. അതിന് 7 തലയുണ്ട്, उसको 7 सिर है, അതിന് തീ നിറമുണ്ട്. और उसको തീ നിറം आग का रंग है, അതിനൊരു നീണ്ട വാലുണ്ട്. और उसको एक लंबी एक पूंछ है. ഈ മഹാസർപ്പത്തെ പരിചയമുണ്ടോ? कि इस अजगर को आपको परिचय है क्या? ഏദെൻ തോട്ടത്തിൽ ആദം ഹവ്വമാരെ വഞ്ചിച്ച് വൃക്ഷഫലം തീറ്റിച്ച് തള്ളിയിട്ട ആ മഹാസർപ്പം. और ये है आदन बगीचा में आदम और हव्वा को धोखा देकर उनको गिराया हुआ ये सर्प है महा. അന്നു തൊട്ട് ഭൂവാസികളെ മുഴുവൻ തെറ്റിച്ചുകൊണ്ടിരിക്കുക. उस दिन से लेकर के पृथ्वी के सारे लोगों को ये धोखा देते रहता है. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളഞ്ഞ മഹാസർപ്പമെന്ന. और पृथ्वी के सारे लोगों को धोखा देकर गिरा दिया हुआ बड़ा अजगर है. ഇപ്പോഴിത് പൂർണ്ണ ശക്തിയോടെ പ്രവർത്തിക്കുന്നില്ല. अभी ये पूर्ण सामर्थ के साथ काम नहीं करता है. അതിന്റെ കാരണം എന്താണെന്നറിയാം? इसका कारण क्या मालूम है? ദൈവത്തിന്റെ സഭയും പരിശുദ്ധാത്മാവും ഭൂമിയിൽ ഉള്ളതുകൊണ്ട്. क्योंकि परमेश्वर की कलीसिया और पवित्र आत्मा इस संसार में है. ദൈവത്തിന്റെ വിശുദ്ധന്മാരെയും ദൈവസഭയും സാത്താന് ഭയമാണ്. और परमेश्वर की कलीसिया और परमेश्वर के पवित्र लोगों को ये शैतान डरता है. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, प्रेरित पौलुस यूं कहता है, സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. और यानी कि शांति का परमेश्वर बहुत जल्दी है इस शैतान को तुम्हारे पैरों से कुचलवा देगा. ഈ മഹാസർപ്പത്തെ വിശുദ്ധന്മാർ അവരുടെ കാൽക്കീഴെ മെതിക്കുന്നു. और बहुत जल्दी ये शैतान को पवित्र लोग अपने पैरों से कुचल डालेंगे. അതുകൊണ്ട് വിശുദ്ധന്മാരുടെ കാല് കാണുമ്പോൾ ഈ സാത്താന് പേടിയാ. इसलिए जब पवित्र लोगों का पैर देखता है ये शैतान डरता है. ദൈവത്തിന് സ്തോത്രം. प्रभु के नाम की तारीफ हो. അപ്പോൾ ഒരുപക്ഷെ ചിന്തിക്കും, നമുക്ക് സാത്താനെ മെതിക്കാൻ കഴിയുമോ? तो अभी हम हमारे जीवन में एक सवाल उठता है कि हम शैतान को पैरों से कुचल सकते हैं क्या? യേശു ക്രിസ്തു കാൽവറിയിൽ സാത്താന്റെ തലയെ ചതച്ച് यीशु मसीह कलवरी क्रूस पर शैतान के सिर को उखाड़ डाला, ഒരു പകുതി കൊന്നിട്ട് ബാക്കി നമ്മുടെ കയ്യിൽ തന്നിരിക്കും. और आधा मारने के बाद अधमुआ करने के बाद हमारे पास डाल दिया है. ഉദാഹരണമായി പറഞ്ഞ പൂച്ച എലിയെ പിടിക്കുന്നത് പോലെ और उदाहरण के तौर पर जिस प्रकार से बिल्ली चूहों को पकड़ती है, വലിയ പൂച്ച എലിയെ പിടിച്ച് പകുതി കൊല്ലും. और बड़ी जो बिल्ली है चूहे को पकड़कर आधा मार देती है. എന്നിട്ട് കുട്ടി പൂച്ചകളുടെ അടുത്തോട്ട് ഇട്ടു കൊടുക്കും. उसके बाद छोटी छोटी बिल्लियों के सामने डाल देती है, അത് പതിയെ അതിനെ അടിച്ച് കളിക്കുന്ന പോലെ और उसके बाद धीरे धीरे जो बच्चियां हैं उसको मार के खेलती है. നമ്മുടെ കർത്താവ് സാത്താനിന്റെ തലയെ കാൽവറിയിൽ ചതച്ച് हमारा ബാക്കി प्रभु ने- നമ്മുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. हमारा प्रभु ने कलवरी क्रूस पर शैतान को आधा मार दिया और आधा हमारे हाथ में सौंप दिया है. അതുകൊണ്ട് ദൈവജനം സാത്താനെ ഭയപ്പെടില്ല. इसलिए परमेश्वर के लोग शैतान से नहीं डरना. യേശുവിന്റെ തലയെ ചതച്ചിരിക്കുന്നു. यीशु मसीह उसके सिर को कुचल डाला है. വിശുദ്ധ സഭയും പരിശുദ്ധാത്മാവും ഭൂമിയിൽ ഉള്ളിടത്തോളം पवित्र कलीसिया और पवित्र आत्मा इस संसार में है, इसलिए ഈ സാത്താന് പൂർണ്ണ ശക്തിയോടെ പ്രവർത്തിപ്പാൻ ये കഴിയില്ല. शैतान पूरी सामर्थ्य से काम नहीं कर पाता है. എന്നാൽ ദൈവസഭ ഭൂമിയിൽ എടുക്കപ്പെടുമ്പോൾ परमेश्वर की कलीसिया इस संसार से उठा ले जाने के बाद സാത്താൻ മുഴു ശക്തിയോടെ ഒരു 7 വർഷം ഭരിക്കും. शैतान पूरी ताकत से 7 साल राज करेगा. സാത്താൻ ഈ മുഴു ഭൂമിയുടെയും അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ शैतान इस संसार का पूरा अधिकार अपने हाथ में लेने के बाद മുഴു ലോകത്തിനും ഒരൊറ്റ
ഒരൊറ്റ രാഷ്ട്രീയ നേതാവിനെ അഭിഷേകം ചെയ്യും. और पूरे संसार के लिए एक राष्ट्रीय नेता को चुनेगा, अभिषेक करेगा. വളരെ വിശദീകരിക്കേണ്ട ഭാഗമാണ്, സമയപരിമിതി കൊണ്ട് ഒറ്റ വാക്കിൽ പറയാം. और ये बहुत तो विचार करने का समय बात है, लेकिन समय कम है करके मैं संक्षिप्त में ആ कहता हूं. രാഷ്ട്രീയ നേതാവിനെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ഒരു മൃഗത്തോട് ഉപമിക്കുന്നു. और इस राष्ट्रीय नेता को प्रकाशित वाक्य के 13वां अध्याय में एक पशु से तुलना किया गया है. സമുദ്രത്തിൽ നിന്ന് കരേറി വരുന്ന മൃഗം, समुद्र में से निकलते आने वाला एक मृग, पशु. സിംഹത്തിന് സദൃശ്യമായ തല, और उसको सिंह की नाई है, चेहरा है. പുള്ളിപ്പുലിയുടെ ഉടൽ, और उसके बाद चीते की नाई है वो, കരടിയുടെ കാൽ, और भालू की नाई पैर है, 10 കൊമ്പുകൾ അതിനുണ്ട്. और 10 सिंग उसमें है. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു മൃഗമല്ല, और ये अक्षरिक तौर पर कोई पशु नहीं है. മുഴുലോകത്തെയും ഒരൊറ്റ ശക്തിയായി ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ये पूरे संसार भर को एक ही राष्ट्रीय तौर पर चलाने वाला एक व्यक्ति है. ബൈബിൾ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ യൂറോപ്പിൽ നിന്ന് അങ്ങനെ ഒരു ശക്തി രംഗത്തേക്ക് വരും. और धर्मशास्त्र के बुनियाद के तौर पर हम कहते हैं ये जो व्यक्ति है यूरोप में से निकलेगा. ആ ശക്തികൾക്ക് ഒരു നേതാവ് ഉണ്ടാകും, അതാണ് അന്തിക്രിസ്തു. और उस शक्तियों का एक नेता होगा, उसे हम ख्रिस्त विरोधी कहते हैं. ഈ അന്തിക്രിസ്തു എന്ന് പറയുന്ന മൃഗം ये ख्रिस्त विरोधी बोलने वाले पशु को ലോകം കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും ഭയങ്കരനായ ഒരു രാഷ്ട്രീയ നേതാവായിരിക്കും. और ये जो दुनिया अभी तक नहीं देखा ऐसा भयंकर एक राजनीतिक नेता होगा. ലോക ചരിത്രം പഠിക്കുമ്പോൾ പല ഭീകര നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. जब संसार का इतिहास पढ़ते हैं तो कुछ भयंकर शासन तंत्रों को हम देखते हैं. അതിൽ അറിയപ്പെട്ട ഒരാളാണ് ഹിറ്റ്ലർ. और उसमें से जाना पहचाना एक शासक है हिटलर. ഈ ഹിറ്റ്ലറുടെ ഭരണത്തിൻ കീഴിൽ എന്തുമാത്രം യഹൂദന്മാർ കൊല്ലപ്പെട്ടു. इस हिटलर शासक के अधीन में कितने यहूदी लोग मारे गए. 60 ലക്ഷം യഹൂദന്മാരെയാണ് ഹിറ്റ്ലർ ഗ്യാസ് ചേംബറിൽ കരിച്ചു കളഞ്ഞത്. और 60 लाख यहूदियों को इस हिटलर ने गैस चैम्बर में मार डलवाया. അന്ന് ഉണ്ടായ പീഡ ഭയങ്കരമായിരുന്നു. उस दिन की पीड़ा जो तो भयंकर थी. മുസോളിനി അതുപോലെ ഒരു നേതാവായിരുന്നു. मुसोलिनी बोल के एक व्यक्ति था. റോമൻ ഭരണ ചക്രവർത്തിമാർ ക്രൂരരായ നേതാക്കന്മാരായി. और जो रोमी जो शासक लोग बड़े क्रूर लोग थे. അതിൽ ഒരാളായിരുന്നു നീറോ. उसमें से एक था नीरो. നീറോയുടെ ചരിത്രം പഠിച്ചാൽ തന്റെ ഭരണം എത്ര ഭീകരമായിരുന്നു. नीरो का इतिहास पढ़ने से उसका जो शासन कितना भयंकर था करके हम जान सकते हैं. എന്നാൽ ലോകം കണ്ടിട്ടുള്ളതിലേക്കും ഭയങ്കര നേതാവ് വരാൻ പോകുന്നേ ഉള്ളൂ. अभी जो संसार देखा नहीं है उससे भी खतरनाक व्यक्ति अभी आने वाला है. റോമൻ ചക്രവർത്തിമാരെക്കാൾ, रोमी शासकों से ज्यादा, ഹിറ്റ്ലറേക്കാൾ, हिटलर से भी ज्यादा, മുസോളിനിയേക്കാൾ, मुसोलिनी से भी ज्यादा. മനുഷ്യനെ തിന്നുന്ന ഇദി അമീൻ എന്നൊരു ഉഗാണ്ടൻ പ്രസിഡന്റ് ഉണ്ട്. एक युगांडा का प्रेसिडेंट राष्ट्रपति था इदी अमीन, जो वो नरभक्षी था. പുള്ളിയുടെ ഭക്ഷണം എന്ന് പറയുന്ന മനുഷ്യന്റെ ചങ്കും കരളുമാണ്. और उस व्यक्ति का जो नरभक्षी का जो खाना था वो मनुष्य का हृदय और खून पीता था. ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് ചെന്ന് സ്വന്തം കൈകൊണ്ട് മനുഷ്യ ശരീരത്തിന്റെ മാർവിടം പറിച്ചു കീറി ആ ചങ്കും കരളൂടെ എടുത്ത് നല്ല ചോക്ലേറ്റ് തിന്നുന്ന പോലെ തിന്നും. और ये जो इदी अमीन जो व्यक्ति था वो मोर्चरी में जाकर अपने हाथों से शव को फोड़ करके नीचे से हृदय कलेजा वगैरह निकाल कर चॉकलेट जैसा खाता था. തന്റെ ഫ്രിഡ്ജിനകത്ത് എപ്പോഴും മനുഷ്യന്റെ ചങ്കും കരളും ഒക്കെ കാണും. और उसके फ्रिज के अंदर में हर समय जो है मनुष्य का कलेजा, मनुष्य का हृदय उसके अंदर में खाने के लिए रखता था. അതിനേക്കാൾ ഭയങ്കരനായ ഒരു നേതാവ് വരാൻ പോകുന്നു. उससे भी भयंकर एक नेता आने वाला है. അന്തിക്രിസ്തു. वो ख्रिस्त विरोधी रहेगा. ഭരണം ഏറ്റവും ഭയങ്കരമായിരിക്കും. उसका तो राज्य बड़ा भयंकर रहेगा. മൂന്നാമത്തെ ശക്തിയാണ് കുഞ്ഞാടിന് സദൃശ്യമായ ഒരു മൃഗം. और तीसरी बात है कि मेमने के तुल्य वाला एक पशु. അതൊരു മതനേതാവാണ്. वो एक धार्मिक नेता रहेगा. യേശുക്രിസ്തുവിന്റെ വരവിനോട് അടുക്കുന്ന കാലഘട്ടത്തിൽ यीशु मसीह के आगमन के नजदीक में നാമധേയ ക്രിസ്തീയ സഭകൾ ഒരൊറ്റ ശക്തിയായി മാറ്റപ്പെടും. और नामधारी मसीह कलीसिया सब एक शक्ति होकर बदल जाएगा. അതിനെ മഹദിയം ബാബിലോൺ എന്നാണ് ബൈബിൾ പറയുന്നത്. उसके बारे में बड़ा महान बाबुल करके कहा गया है. ഈ മഹദിയം ബാബിലോണിന് ഒരു നേതാവുണ്ട്. इस महान बाबुल के लिए भी एक नेता होता है. ബൈബിൾ അതിനെ കള്ളപ്രവാചകൻ എന്ന് വിളിക്കുന്നു. और बाइबल उसको जो है वो झूठा नबी, झूठा भविष्यद्वक्ता होकर पुकारता है. മഹാസർപ്പം, वह है महाअजगर, ക്രിസ്തു, ख्रिस्त विरोधी കള്ളപ്രവാചകൻ. और झूठा भविष्यद्वक्ता. ഈ മൂന്ന് ശക്തികൾ കൂടെ ഈ ഭൂമിയെ ഭരിക്കും. ये तीनों शक्ति मिलकर इस संसार को चलाएंगे. ഈ 7 വർഷം ഭൂമിയുടെ ഏറ്റവും വലിയ ദുരിതകാലമായിരിക്കും. और ये जो 7 साल इस पृथ्वी का सबसे अभागा और भयंकर युग ആ रहेगा. കാലഘട്ടത്തെ കുറിച്ചാണ് യേശു പറയുന്നത്. उस जमाने के बारे में यीशु मसीह कहते हैं ഈ ലോകമുണ്ടായ നാൾ മുതൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേലാൽ സംഭവിക്കാത്തതുമായ മഹാകഷ്ടം അന്നുണ്ടാകും. यहाँ लिखा है कि जो इस संसार में अभी तक हुआ नहीं है ना होने वाला ऐसा महाक्लेश, महाकष्ट उन दिनों में होगा. ഈ നേതാക്കൾ ഈ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ വരാൻ പോവുകയാണ്. और ये नेता लोग जो है इस संसार का अधिकार करने के लिए आते हैं. എന്നാൽ 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കുന്നത്
लेकिन 1000 साल जो राज करेंगे, 7 വർഷത്തെ ഉപദ്രവ കാലം കഴിഞ്ഞതിന് ശേഷം 7 साल का महाक्लेश के बाद, ഈ 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കുമ്പോൾ അവിടുത്തെ രാജാവ് യേശു ആയിരിക്കും. और उस समय 1000 साल के लिए जो राजा रहेगा वो यीशु मसीह रहेगा. യേശുവും തന്റെ വിശുദ്ധന്മാരും കൂടെ ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുന്നു. और यीशु मसीह और उसके पवित्र संत लोग जलपाई के पहाड़ पर आएंगे. 7 വർഷത്തെ പീഡാകാലത്തിന്റെ ഒടുവിൽ और इस 7 साल के पीड़ा काल यानी क्लेश के समय के अंत में യേശുവും വിശുദ്ധന്മാരും ഒരു ഭാഗത്ത്, यीशु मसीह और पवित्र लोग एक तरफ, മറുഭാഗത്ത് പൈശാചിക തൃത്വ ശക്തികളും അവന്റെ സൈന്യവും. और दूसरी तरफ है ये शैतान और उसकी त्रिएक शैतानिक शक्ति. ഒരു മഹായുദ്ധം നടക്കുന്നു. एक महायुद्ध इनके बीच ആ में होता है. യുദ്ധത്തിന്റെ പേരാണ് ഹർമഗദോൻ യുദ്ധം. उस युद्ध का नाम है हर्मगदोन युद्ध. ആ യുദ്ധത്തിൽ എന്ത് സംഭവിക്കുന്നു? उस युद्ध में क्या होगा? വെളിപ്പാട് 20ന്റെ 1-2 വാക്യങ്ങൾ. और प्रकाशित वाक्य 20 का 1-2 पद में ഒരു ദൂതൻ ഇറങ്ങി വരുന്നു. एक स्वर्गदूत उतर आएगा. അവന്റെ കയ്യിൽ ഒരു വലിയ ചങ്ങലയുണ്ട്. उसके हाथ में बहुत बड़ा एक जंजीर है. മഹാസർപ്പം എന്ന പിശാചിനെ ബന്ധിക്കുന്നു. और महासर्प पुराने सांप को वो बांध देगा. മൃഗത്തെയും കള്ളപ്രവാചകനെയും ബന്ധിക്കുന്നു. और उसके बाद उस पशु और उस झूठे भविष्यता को भी बांध देगा. മഹാസർപ്പത്തെ 1000 ആണ്ടേക്ക് ചങ്ങലയിട്ട് പൂട്ടി അഗാധ കൂപത്തിൽ തള്ളിയിടും. और उस अजगर को बांध करके 1000 साल के लिए अथाह कुंड में डाल देगा. മൃഗത്തെയും കള്ളപ്രവാചകനെ നിത്യ തീപ്പൊയ്കയിലേക്ക് തള്ളി. और उस पशु और झूठे भविष्यता को आग की झील में डाल देगा. നമ്മുടെ രാജാവായ യേശു വരുമ്പോൾ हमारा राजा जब यीशु आएगा ഈ മഹാസർപ്പത്തെ ചങ്ങല കൊണ്ട് ബന്ധിക്കും. और इस महासर्प को जंजीर से बांध देगा. ഈ മഹാസർപ്പത്തെ ബന്ധിക്കുവാൻ അധികാരമുള്ള ഒരേ ഒരു വ്യക്തി യേശു മാത്രം. और इस सबसे बड़े सांप को जंजीर से बांधने वाला, इतने सामर्थ्य वाला शक्ति सिर्फ यीशु मसीह है. അതിന് ശക്തിയുള്ള ഒരൊറ്റ നേതാവ് ഈ ലോകത്തിൽ ഇല്ല. और उसके इतना ताकत देने वाला और कोई नेता इस संसार में नहीं है. ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൽ കലാം ശ്രേഷ്ഠനും മാന്യനുമായ മനുഷ്യൻ. और जो भारत का राष्ट्रपति जो है अब्दुल कलाम जो है वो माननीय व्यक्ति हैं. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വാജ്പേയി നല്ല മനുഷ്യനാണ്. और माननीय प्रधानमंत्री अटल बिहारी इज्जतदार व्यक्ति हैं. പക്ഷെ ഈ പുള്ളിയോട് അടുക്കുമ്പോൾ അല്പം വിറയ്ക്കും. लेकिन इस व्यक्ति से भी आने से भी कांपेंगे. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് നല്ല ആളാണ്. और अमेरिकन प्रेसिडेंट जॉर्ज बुश भी अच्छे व्यक्ति है. പക്ഷെ ഈ മഹാസർപ്പത്തെ ബന്ധിക്കാനുള്ള ശക്തി, लेकिन इस महासर्प को बंधन में लाने का शक्ति नहीं है. അതിനുള്ള ശക്തി നമ്മുടെ യേശുവിനാണ്. वो उसके लिए जो शक्ति वो यीशु मसीह को है. ദൈവത്തിന് प्रभु സ്തോത്രം. के नाम की तारीफ हो. 2 രാജാക്കന്മാർ. 2 राजा लोग, ഒന്ന് മൃഗം എന്ന് പറയുന്ന അന്തിക്രിസ്തു, एक जो पशु बोलकर जो ख्रिस्त विरोधी, മറ്റൊന്ന് സർവ്വഭൂമിയെയും ഭരിക്കുന്ന യേശു എന്ന രാജാവ്. और കാതോലികം മുഴുലോകത്തിലും വ്യാപിച്ചു കിടന്നു. और तीसरा वो सर्वव्यापी है. 4 ശ്ലൈകികം അപ്പോസ്തോലിക അടിസ്ഥാനമുള്ള. और चौथा है वो प्रेरितों की संगति है. ഈ ശരീരമാണ് സഭയ്ക്ക് ക്രിസ്തു തലയായിരിക്കും. और ये मसीह रूपी शरीर के लिए यीशु मसीह सिर है. സഭയെ ഒരു കെട്ടിടമായി ഉപമിക്കുമ്പോൾ, और यदि मसीह को സഭയെ കെട്ടിടമായി कलीसिया को एक भवन के तौर पर तुलना करने से ക്രിസ്തു അതിന്റെ മൂലക്കല്ലായിരിക്കും. मसीह उसका कोने का पत्थर है. ഒരു കെട്ടിടത്തിന് ഒരു മൂലക്കല്ല്. वो एक बिल्डिंग यानी एक मकान के एक कोने का पत्थर होता है. എഫേസ്യർ 2:20 വായിക്കുന്നു, एफएससी 2:20 में पढ़ते हैं, ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കും. यीशु मसीह स्वयं नेव का कोने का पत्थर है. സഭയെ ഒരു ഭാര്യയോട് ഉപമിക്കുമ്പോൾ, मान लीजिए कलीसिया को एक पत्नी से तुलना करने से ക്രിസ്തുവിനെ ഒരു ഭർത്താവിനോട് ഉപമിക്കുന്നതായി और കാണും. मसीह को एक पति के तौर में तुलना करते हैं. ഇങ്ങനെ ക്രിസ്തുവിനെയും സഭയെയും ബൈബിളിൽ പലതിനോട് ഉപമിച്ചിരിക്കുന്നതായി കാണാം. हम देखते हैं कि मसीह को और कलीसिया को अलग अलग तुलना किया गया है. ദൈവസഭയ്ക്ക് ക്രിസ്തു രാജാവായിരിക്കും. परमेश्वर कलीसिया के लिए यीशु मसीह राजा है. എഫേസ്യർ 1:22-23 വാക്യങ്ങൾ പഠിക്കുമ്പോൾ, एफएससी 1 के 22 और 23 में पढ़ने से അവിടെ വായിക്കുന്ന പിതാവായ ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് यहाँ क्या कि पिता परमेश्वर मरे हुए में से जिलाकर സകലവും അവന്റെ കാൽ കീഴാക്കി सारे बातों को उसके पैरों तले लाकर അവനെ സകലത്തിനും തലയാക്കി सारे बातों को अधिकार देकर സകലത്തെയും നിറയ്ക്കുന്ന സഭയ്ക്ക് നൽകിയിരിക്കുന്നു എന്ന്. और सब कुछ देने वाले शिरोमणि ठहराकर कलीसिया को दे दिया. സകലത്തെയും കാൽ കീഴാക്കി എന്ന് പറയുമ്പോൾ അവനെ രാജാവാക്കി. सब कुछ पांव तले कर दिया. इसका मतलब सबसे राजा बना दिया है. ദൈവത്തിന് സ്തോത്രം. प्रभु के नाम की तारीफ हो. ദൈവസഭയെ രാജ്യം എന്ന് പറയുമ്പോൾ परमेश्वर कलीसिया को राज्य बोलने से അതിന്റെ രണ്ടാമത്തെ ഘടകമാണ് പ്രജകൾ. और उसके दूसरा पहलू है उसके प्रजा लोग. ഒരു രാജ്യത്തിന്റെ രണ്ടാമത്തെ പ്രധാന ഘടകമാണ് പ്രജകൾ. एक राज्य का दूसरा जो खासियत है कि उनके प्रजा
लोग। ഈ ദൈവരാജ്യമാകുന്ന സഭയിലെ പ്രജകൾ ആരാണ്? और इस परमेश्वर की कलीसिया के प्रजा लोग कौन है? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവർ. परमेश्वर की पवित्र आत्मा से भरे हुए लोग। ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. एक बात आप स्पष्ट तरीके से समझना है, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ഒരു വ്യക്തിയും ദൈവസഭയ്ക്കകത്തല്ല. इसका मतलब पवित्र आत्मा पाए हुए जो एक भी व्यक्ति जो है परमेश्वर की कलीसिया में नहीं है। ഒരുപക്ഷെ നിങ്ങൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരായിരിക്കും, हो सकता है मसीह जगत में आप चाहे जन्म लिए होंगे, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും, उद्धार पाए होंगे, സ്നാനപ്പെട്ടിട്ടുമുണ്ടായിരിക്കും, बपतिस्मा लिए होंगे, ഒരുപക്ഷെ TPM സഭയുടെ അംഗവുമായിരിക്കും. हो सकता है कि टीपीएम कलीसिया के अंग भी हो सकते हैं। പക്ഷെ ദൈവസഭയുടെ അംഗമായി തീരണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ लेकिन പ്രാപിക്കും. परमेश्वर कलीसिया का अंग बनना है तो पवित्र आत्मा पाना आवश्यक है। പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലാണ് ദൈവസഭയുടെ അംഗമായി തീരുന്നത്. और पवित्र आत्मा के अभिषेक के द्वारा परमेश्वर कलीसिया का सदस्य ഈ नाम बनता है। രാജ്യത്തിന്റെ പ്രജകൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. इस राज्य के प्रजा लोग पवित्र आत्मा का अभिषेक पाना है। അത് മാത്രമല്ല, ഇവർ ആത്മാവിനാൽ പരിശുദ്ധ ജീവിതം ചെയ്യുന്നവരാണ്. इतना ही नहीं, आत्मा के द्वारा ये पवित्र जीवन बिताते हैं, ക്രിസ്തീയ ജീവിതം വിശുദ്ധ ജീവിതമാണ്. क्योंकि मसीह जीवन पवित्रता ही का जीवन है। ദൈവസഭയുടെ അടിസ്ഥാന യോഗ്യതകളിൽ ഒന്നാണ് വിശുദ്ധി. परमेश्वर की जो मूल मंत्र है उसमें से एक है पवित्रता ही। പ്രിയ സ്നേഹിതരെ, നിങ്ങൾ എപ്രകാരം ഒരു ജീവിതം നയിക്കുന്നു? प्रिय लोग, आप किस प्रकार का जीवन बिताते हैं? പ്രാർത്ഥനയും പാട്ടും ആരാധനയും ഒക്കെ ഉണ്ടായിരിക്കും. और गीत है, प्रार्थना है, आराधना है। നല്ല മനസ്സാക്ഷിയോടെ പറയാൻ കഴിയുമോ എന്റെ ജീവിതം ഒരു പരിശുദ്ധ ജീവിതമാണെന്ന്? शुद्ध विवेक के साथ आप कह सकते हैं कि मेरा जीवन एक पवित्र और शुद्ध है, പരിശുദ്ധ ജീവിതം ചെയ്യുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശനമുള്ളൂ. क्योंकि पवित्र जीवन बिताने वालों को ही उस राज्य में प्रवेश कर सकते हैं, ദൈവം പരിശുദ്ധനാണ്, क्योंकि परमेश्वर पवित्र है। സ്വർഗരാജ്യം പരിശുദ്ധമാണ്. परमेश्वर का राज्य भी पवित्र है। യാതൊരു പാപത്തിനും അശുദ്ധിക്കും അവിടെ സ്ഥാനമില്ല. कोई भी पाप और अशुद्धि के लिए वहाँ जगह नहीं है, ഒരു പാപിയും അശുദ്ധനും അവിടെ പ്രവേശിക്കുകയുമില്ല. और एक पाप या दुष्ट वहाँ नहीं पहुँचेगा। ക്രിസ്തീയ ജീവിതത്തിന്റെ ഉദ്ദേശം പരിശുദ്ധ ജീവിതം ചെയ്യുക എന്നുള്ളത്. मसीह जीवन का उद्देश्य ये कि पवित्र जीवन बिताना। എന്തിന് ദൈവത്തിന്റെ സഭയിൽ ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു? परमेश्वर कलीसिया में परमेश्वर लाया है ഒരു പരിശുദ്ധ ജീവിതം ചെയ്യുവാൻ. एक पवित्र जीवन बिताने के लिए। വിശുദ്ധിയായിരിക്കട്ടെ നമ്മുടെ അടിസ്ഥാനം. हमारी बुनियाद एक पवित्रता ही होने दे। പരിശുദ്ധത്തെ കുറിച്ച് ആഴമായ വെളിപ്പാട് ജീവിതത്തിൽ ഉണ്ടായിരിക്കും. हमारे जीवन में पवित्रता के बारे में गहरी प्रकटीकरण होना चाहिए। ഇല്ലായെങ്കിൽ ദൈവസഭയ്ക്കകത്തല്ല. नहीं तो ऐसा नहीं तो परमेश्वर कलीसिया में आप नहीं है। ദൈവസഭയിലെ പ്രജകൾ പരിശുദ്ധമായി ജീവിക്കുന്നവരാണ്. परमेश्वर की कलीसिया के प्रजा लोग पवित्र होना है। ദൈവത്തിന് സ്തോത്രം. प्रभु के नाम की तारीफ हो। ഈ ദൈവരാജ്യത്തിന്റെ മൂന്നാമത്തെ ഘടകമാണ് സേവകർ, സെർവൻസ്. और इस राज्य के तीसरी खासियत है इसमें काम करने वाले सेवक लोग, ഏത് രാജ്യത്തിനും സേവകരുണ്ട്. क्योंकि हर एक राज्य के लिए उनके सेवक होते हैं। ഓരോ നിലയിൽ പ്രവർത്തിക്കുന്ന സേവകർ, अलग अलग स्तर में काम करने वाले लोग। ഈ ദൈവരാജ്യത്തിന്റെ സേവകരാരാണ്? और इस परमेश्वर के राज्य के सेवक कौन है? പ്രതിഷ്ഠിക്കപ്പെട്ട അപ്പോസ്തോലിക ശുശ്രൂഷകന്മാർ. और यहाँ लिखा कि प्रतिष्ठित और समर्पित प्रभु के प्रेरित लोग, അവരെ ദൈവരാജ്യത്തിന്റെ സേവകരായി നൽകിയിരിക്കുന്നു. उनको प्रभु के राज्य के सेवक होकर के उनको चुना गया है। പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവസഭയ്ക്ക്, परमेश्वर की पवित्र आत्मा पाए हुए कलीसिया को, ആ സഭയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി തൃത്വദൈവം 3 അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. और उनके कलीसिया की आशीष के लिए तृतीय परमेश्वर 3 प्रकार की आशीष देता है। 1 कोरिन्ത്യർ 12:28 പഠിക്കുമ്പോൾ, 1 पहला कुरिन्थी 12:28 में पढ़ते हैं, അവിടെ പിതാവായ ദൈവം നൽകിയിരിക്കുന്ന 8 വിധ ശുശ്രൂഷകളെ കാണാം. वहाँ पिता परमेश्वर उनको 8 प्रकार की सेवकाई देते हैं। ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, पहली बात वो प्रेरितों को देता है, പിന്നെ പ്രവാചകന്മാർ, उसके बाद भविष्यद्वक्ताओं को देता മൂന്നാമത് है, ഉപദേഷ്ടാക്കന്മാർ. उसके बाद उपदेशक देता है। ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും इस प्रकार के एक एक को नियुक्त करके അതോടൊപ്പം ചില വരങ്ങൾ, ശുശ്രൂഷകൾ കൂടെ നൽകിയിരിക്കും. उसके बाद कुछ वरदान, कुछ सेवकाई भी उनको सौंपा गया है। എഫേസ്യർ 4:11 മുതൽ പഠിക്കുമ്പോൾ, एफएससी 4:11 से पढ़ने से പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച സഭയിൽ ക്രിസ്തുവിനാൽ നൽകപ്പെടുന്ന 5 വിധ ഉദ്യോഗസ്ഥന്മാർ. वहाँ पवित्र आत्मा के अभिषेक के द्वारा मसीह के द्वारा दिए जाने वाले 5 प्रकार के लोग। 1 कोരിന്ത്യർ 12:6 മുതൽ പഠിക്കുമ്പോൾ, पहला कुरिन्थी 12 की 1 से 6 पढ़ने से, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെടുന്ന 9 വിധ വരങ്ങൾ. और तृतीय परमेश्वर उसमें से एक जो पवित्र आत्मा के द्वारा दिए जाने वाले 9 वरदान। ഇത് മൂന്നും തൃത്വ ദൈവത്താൽ ദൈവസഭയ്ക്ക് ये നൽകപ്പെടുന്നതാണ്. तीनों बातें तृतीय परमेश्वर के द्वारा परमेश्वर की कलीसिया को दिया जाता है। എന്തിനായി നൽകപ്പെടുന്നു? ये सब क्यों दिया जाता है?
ദൈവസഭയുടെ പൂർണ്ണതയ്ക്കായി, परमेश्वर की कलीसिया की सिद्धता के लिए, അഭിഷേകം പ്രാപിച്ച സഭ പൂർണ്ണപ്പെട്ട് യേശുവിന്റെ വരവിൽ കാണപ്പെടുകയാണ്. परमेश्वर कलीसिया पवित्र आत्मा द्वारा पूर्ण होकर के उसके आगमन में दिखाई देना. അതുകൊണ്ട് അഭിഷേകം പ്രാപിച്ച സഭയ്ക്ക് ഏറ്റവും പ്രധാനമാണ് ശുശ്രൂഷകർ. इसलिए पवित्र आत्मा पाए हुए कलीसिया को ये सेवक लोग बहुत ही आवश्यक है. ഈ ശുശ്രൂഷകർ ആരാണ്? ये सेवक लोग कौन है? മത്തായിയുടെ സുവിശേഷം 19:12 പഠിക്കുമ്പോൾ मत्ती समाचार 19 का 12 വാക്യം 12 वचन पढ़ने से യേശുക്രിസ്തു പറയുകയാണ്, यीशु मसीह बोलते हैं, അവിടെ 3 വിധ ഷണ്ണന്മാരെ കുറിച്ച് പറയുന്നു. वहाँ 3 प्रकार के नपुंसकों के बारे में कहता है. ഒന്ന് മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെട്ട ഷണ്ണന്മാർ. और एक है जो मनुष्यों के द्वारा नपुंसक बनाए गए. 2 അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഷണ്ണന്മാരായി പിറന്നവർ. और जो दूसरे जो झुंड के लोग हैं, माँ के गर्भ से ही नपुंसक उत्पन्न हुए हैं. മൂന്നാമത് ദൈവരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാർ. और तीसरा है परमेश्वर के राज के निमित्त अपने आप को नपुंसक बनाए. ആ വാക്യം ശ്രദ്ധിക്കണം. യേശു പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം ശ്രദ്ധിക്കുക. यहाँ यीशु मसीह बताया हुआ वचन को आप यहाँ लेके परमेश्वर के राज के लिए വേറൊരാളുടെ നിർബന്ധത്താലല്ല, തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാർ. अपने मजबूर दूसरे के दबाव में नहीं, अपने आप से परमेश्वर के राज के लिए नपुंसक बनाए गए. ഇവിടെ പറയുന്ന ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരർത്ഥം ദൈവസഭ എന്നുള്ളതാണ്. यहाँ जो परमेश्वर का राज का जो कहने का मतलब परमेश्वर की कलीसिया है. ദൈവസഭ നിമിത്തം, यहाँ लिखेंगे परमेश्वर की कलीसिया के निमित्त. വേറെ ആരും നിർബന്ധിച്ചല്ല, कोई भी दबाव से नहीं, തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കി. अपने आप को नपुंसक बना दिए हैं. എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠിക്കപ്പെട്ടവരെന്നർത്ഥം. इसका मतलब है कि अपने जीवन को उन्होंने समर्पित कर दिया है. ലോകത്തിൽ ജഡപ്രകാരമുള്ള ബന്ധം വേണ്ട എന്ന് പ്രതിഷ്ഠിച്ചവർ. संसार के तौर पर कोई रिश्ता नहीं चाहिए करके अपने आप को प्रतिष्ठा किए लोग. അവരാണ് ദൈവരാജ്യത്തിന്റെ ഈ സഭയുടെ സേവകർ, और वही है इस ശുശ്രൂഷകന്മാർ. परमेश्वर के राज के स्वर्ग राज के सेवक लोग. അപ്പോസ്തോലിക പ്രതിഷ്ഠയുള്ളതായ ശുശ്രൂഷകർ. प्रेरितों की संगत, प्रेरितों का उपदेश या प्रेरितों का प्रतिष्ठा रखने वाले लोग. ദൈവത്തിന് സ്തോത്രം. प्रभु के नाम की तारीफ हो. അവർ പ്രതിഷ്ഠിക്കപ്പെട്ടവരും ജഡപ്രകാരമുള്ള ബന്ധങ്ങൾ വേർപെട്ടവരുമാണ്. और प्रतिष्ठित के इतने नहीं, संसार के रिश्ते नाते से वे अलग किए गए हैं. അത് ആത്മീക ഗോളത്തിൽ ഒരു ഉന്നതമായ ജീവിതമാണ്. और आत्मिक तरीके से एक श्रेष्ठ जीवन है. അത് 1 കൊരിന്ത്യർ 7-ാം അധ്യായം പഠിക്കുമ്പോൾ അതിന്റെ വ്യത്യാസം पहला മനസ്സിലാക്കും. कुरिन्ती जब 7वां अध्याय पढ़ेंगे उसमें से फर्क पता चलेगा. വിവാഹം കൂടാതെ ജീവിക്കുന്ന ജീവിതത്തിന്റെ ശ്രേഷ്ഠത. वहाँ बिना विवाह के जीवन बिताने वाले जीवन की खासियत क्या है? വിവാഹം കഴിച്ചവളോ, और വിവാഹം കഴിച്ച ഒരു സ്ത്രീയോ, विवाह हुए एक स्त्री ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്ന് വിചാരിച്ച ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. हम देखते हैं कि कैसे अपने पति को प्रसन्न करना करके वो संसार में उसके बारे में सोचती रहती है. വിവാഹം കഴിയാത്തവളോ, और लेकिन जिसका विवाह नहीं हुआ है, ആത്മാവിലും ശരീരത്തിലും വിശുദ്ധയാകേണ്ടതിന് കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് വിചാരിച്ച് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. और लेकिन आत्मा में और शरीर में कैसे पवित्रताई हो करके प्रभु के लिए सोचती है. ക്രിസ്തീയ ഗോളത്തിൽ അങ്ങനെ ഒരു ജീവിതമുണ്ട് പ്രിയമുള്ളവരെ. मसीह जगत में भी ऐसा जीवन है प्रिय लोगों. ദൈവരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരായി പ്രതിഷ്ഠിച്ച ജീവിതം. परमेश्वर के राज के लिए अपने लिए नपुंसक होकर प्रतिष्ठित करके जीवन बिताने वाले लोग. എന്തിനാണ് അങ്ങനെ ഒരു ജീവിതം? ऐसा जीवन क्यों चाहिए? ദൈവത്തിന്റെ സഭയെ പൂർണ്ണതയിലേക്ക് നടത്തേണ്ടതിന്, परमेश्वर की कलीसिया को सिद्धता की ओर ले जाने के लिए. ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയും, हम परमेश्वर के सम्मुख में होकर कह सकते हैं, ഞങ്ങൾ അപ്രകാരം ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചവരാണ്. ऐसा ही हम अपने आप को प्रतिष्ठित यानी समर्पित किए हैं. ദൈവരാജ്യം നിമിത്തം ഞങ്ങളെ തന്നെ ഷണ്ണന്മാരായി പ്രതിഷ്ഠിച്ചവർ. परमेश्वर के राज के खातिर हम अपने आप को नपुंसक बनाए हैं. മറ്റാരും നിർബന്ധിച്ചല്ല, कोई बोल के या दबाव से नहीं है. വിവാഹം കഴിക്കുന്നതിൽ നിന്ന് വിലക്കിയതല്ല. और विवाह से हमें कोई मनाही के ऐसा नहीं है. 19-ാമത്തെ വയസ്സിൽ സുവിശേഷതയിലേക്ക് ഇറങ്ങിയതാണ്. 19 साल में मैं प्रभु के सेवकाई में आया है. എന്നെ ആരും വിലക്കിയില്ല വിവാഹം കഴിക്കുന്നതിൽ कोई നിന്ന്. भी मुझे शादी करने से मनाही नहीं किया. ഞാൻ സുവിശേഷതയിലേക്ക് വേണ്ടി വന്നപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് വേണമെങ്കിൽ വിവാഹം കഴിക്കാം. जब सुसमाचार सेवा के लिए जब आया तो लोग ने पूछा कि ऐसा है तो कर सकता है. പക്ഷേ ഞാൻ ദൈവരാജ്യം നിമിത്തം എന്നെ തന്നെ പ്രതിഷ്ഠിച്ച ഒരു ഷണ്ണനായി, और परमेश्वर के राज के खातिर मैं अपने आप को प्रतिष्ठित करके एक नपुंसक बनना चाहा. കഴിഞ്ഞ 24 വർഷമായി ഞാൻ അങ്ങനെ ജീവിക്കുന്നു.
पिछले 24 साल से मैं ऐसा जीवन बिता रहा हूँ। ഞാൻ മാത്രമല്ല ഈ സുവിശേഷ പ്രവർത്തകരെല്ലാം അങ്ങനെ ജീവിക്കുക. और मैं ही नहीं, यहाँ बैठे हुए सुशिष्ट सेवक लोग भी ऐसी जीवन बिताते हैं। എന്തിനങ്ങനെ ജീവിക്കണം? ऐसा क्यों जीवन बिताना है? ദൈവ സഭ നിമിത്തമായി परमेश्वर के कलीसिया के निमित्त ഇപ്രകാരം പ്രതിഷ്ഠിക്കപ്പെട്ട ജീവിതം കൊണ്ട് എന്താണ് വിശേഷത? ऐसे प्रतिष्ठित जीवन से क्या फायदा है? ലോകത്തിൽ ഞങ്ങൾക്ക് ജഡപ്രകാരം ഒരു ബന്ധങ്ങളുമില്ല. संसार के तौर पर शरीर से हमें कोई रिश्ता नहीं है। അപ്പനുമില്ല, അമ്മയുമില്ല, ഭാര്യയുമില്ല, മക്കളുമില്ല, സഹോദരങ്ങളുമില്ല, എല്ലാവരെയും വിട്ടു. और न बाप है, न बाप माँ है, न कोई रिश्ता है, न पति पत्नी, न बच्चे हैं। അതുകൊണ്ട് എന്താ പ്രത്യേകത? उससे क्या फायदा, क्या खासियत है? ഞങ്ങളുടെ മുഴുവൻ സ്നേഹവും ഈ ജനത്തിന് സഭയ്ക്ക് കൊടുക്കാൻ കഴിയുന്നു. क्योंकि इसलिए हम अपना पूरा प्रेम अपनी कलीसिया अपने लोगों को दे पाते हैं। എനിക്കൊരു കുടുംബം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും? मैं एक परिवार है तो कैसा जीवन बिता सकता हूँ? 50% സ്നേഹം ഭാര്യയ്ക്ക്, और 50% तो पत्नी के लिए, 2 പിള്ളേരുണ്ടെങ്കിൽ 20%, 40% 2 പിള്ളേർ. और 20% करके यदि 2 बच्चे हैं तो उनके लिए है। ബാക്കി പിന്നെ അപ്പനും അമ്മയ്ക്കും 2.5%, और अपने उनके यदि 95 പോയി, പിന്നെ 5 ഉള്ളൂ. और यदि माँ बाप है तो 5% उनको, तो बचा 5% है 100 में, ബാക്കി 5% സഭയ്ക്ക്. और 5% जो है कलीसिया के लिए है। അപ്പൊ അങ്ങനെ ഞങ്ങളുടെ സ്നേഹം പല കൈവഴി പോകത്തില്ല, മുഴുവനും സഭയ്ക്ക് കൊടുക്കും. और इसलिए हमारा जो प्रेम है और कहीं नहीं बढ़ता नहीं है, पूरा पूरा कलीसिया में जाता है। അതാണ് ഈ കൂട്ടായ്മയുടെ ശ്രേഷ്ഠത. इसलिए ये संगति की खासियत है। സ്നേഹം മാത്രമല്ല, ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവും മുഴുവൻ ഈ സഭയ്ക്ക് വേണ്ടി. सिर्फ प्रेम ही नहीं, हमारा जीवन, हमारा स्वास्थ्य, हमारा सब कुछ इसी में हम दे देते हैं। 24 മണിക്കൂറും ഈ സഭയിൽ തന്നെ, ये 24 घंटा इस कलीसिया के अंदर ही है, ഇതേ ഒരു വേലയിൽ തന്നെ, यही सेवा में ही रहते हैं। എപ്പോഴും യേശുവിനോട് കൂടെ തന്നെ. हर समय यीशु मसीह के साथ रहना। ഞങ്ങളുടെ കൈവശം ലഭിക്കുന്ന പണം മുഴുവൻ ഈ സഭയ്ക്കുള്ളതാണ്. और हमारे हाथ में जितना पैसा मिलता है वो सब कलीसिया के लिए है। ഞങ്ങളുടെ ആരോഗ്യം മുഴുവൻ സഭയ്ക്കുള്ളതാണ്. हमारे जितनी भी स्वास्थ्य है, ताकत है, सब कलीसिया के लिए എന്റെ है। തീരുമാനവും പ്രതിഷ്ഠയും ഇങ്ങനെയാണ്. मेरे प्रतिष्ठा और मेरा फैसला ऐसा ही है। എന്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം ശേഷിക്കുന്നെങ്കിൽ അത് യേശുവിന് വേണ്ടിയും യേശുവിന്റെ സഭയ്ക്ക് വേണ്ടിയുമായിരിക്കും. यदि मेरे जीवन में एक बूंद भी खून बचता है तो वो यीशु मसीह के लिए और उसकी कलीसिया के लिए है। 24 വർഷമായി എന്റെ ഓരോ തുള്ളി രക്തവും ദൈവ സഭയ്ക്ക് വേണ്ടി ഊറ്റുന്നു. और 24 साल से एक एक बूंद खून परमेश्वर की कलीसिया के लिए बहाता हूँ। എന്റെ അധ്വാനത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയാം? और मेरी मेहनत का लक्षण क्या है? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളെ വിശുദ്ധിയിൽ പൂർണ്ണരാക്കി യേശുവിന്റെ മുൻപാകെ കൊണ്ടുപോയി मेरे നിർത്തണം. हाथों में जो जितने आत्माएं सौंपे गए हैं उनको पूर्ण और सिद्ध करके प्रभु हाथ में देना है। പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഒരു കൂട്ടായ്മ ആവശ്യമാണ്. ये लोगों आपके लिए एक संगति आवश्यक है, അപ്പോസ്തോലികമായ കൂട്ടായ്മ. प्रेरितों की संगति आवश्यक നിങ്ങൾ है। യഥാർത്ഥമായി ദൈവസഭയ്ക്കുള്ളിൽ വരണം. यथार्थ तरीके परमेश्वर के राज्य में आना है। നിങ്ങൾ പൂർണ്ണപ്പെടാൻ आप ആഗ്രഹിക്കുന്നെങ്കിൽ, पूर्ण और सिद्ध होना चाहते हैं യേശുവിന്റെ तो, വരവിൽ എടുത്തുകൊള്ളപ്പെടാൻ ആഗ്രഹിക്കുന്നു. यीशु की आगमन में उठा लिया जाना चाहते हैं तो, അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു: प्रेरित पौलुस कुलिसियों को पत्र लिखते समय यूं कहा, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ उसको हम सिखाने के लिए ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് हर एक व्यक्ति को मसीह में पूर्ण और सिद्ध बनाने के लिए അതിനായി ഞങ്ങൾ പ്രസംഗിക്കുന്നു, उसके लिए हम प्रचार करते हैं, അതിനായി ഞങ്ങൾ ഉപദേശിക്കുന്നു, उसके लिए उपदेश देते हैं, അതിനായി ഞങ്ങൾ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. उसके लिए हम कोशिश करते हैं और प्रयत्न करते हैं। ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പറയട്ടെ, परमेश्वर के सन्मुख में होकर मैं कहने दे, ഞങ്ങൾ ഈ വേല ചെയ്യുന്ന പണത്തിനു വേണ്ടിയല്ല, हम इस प्रकार की सेवा पैसा के लिए नहीं करते हैं, പണം സമ്പാദിപ്പാൻ വേണ്ടിയല്ല. पैसा कमाने के लिए नहीं करते हैं। ഞാൻ എന്റെ അനുഭവം പറഞ്ഞല്ലോ. मैं अपना अनुभव आपको बताया। 24 വർഷം സുവിശേഷ വേല ചെയ്തു, 5 പൈസയും സമ്പാദിച്ചിട്ടില്ല. और 24 साल से मैं प्रभु की सेवकाई किए, 5 पैसा ही मैंने अपना होकर नहीं कमाया है। എന്റെ പേരിൽ 10 പൈസ ബാങ്ക് ഡിപ്പോസിറ്റ് ഇല്ല. और मेरे नाम से 10 पैसा बैंक में डिपॉजिट भी नहीं है। എനിക്ക് 1/2 സെന്റ് ഭൂമി ഈ ലോകത്തിലില്ല. इस संसार में आधा एकड़ जमीन भी मेरे लिए नहीं है। എന്റെ പേരിൽ എന്ന് പറയുവാൻ 5 രൂപയുടെ സ്വത്ത് പോലും എനിക്കില്ല. मेरे खुद के नाम से बोलने से आज 5 रुपए का भी वस्तु मेरे पास नहीं है। സമ്പാദിക്കാൻ അറിയാൻ പാടില്ലാഞ്ഞല്ല, कमाने के लिए नहीं मालूम ऐसा नहीं है। പണം എന്റെ കയ്യിൽ കിട്ടാഞ്ഞിട്ടുമല്ല. ऐसा मेरे हाथ में नहीं मिलता ऐसा भी नहीं है। ഒരു വെളിപ്പാട് ഞങ്ങൾക്കുണ്ട്. एक प्रकाश हमें है, ദൈവം ഞങ്ങൾക്ക് തരുന്ന എല്ലാം ദൈവജനത്തിനു വേണ്ടിയാണ്. और जो कुछ प्रभु हमको देता है सब परमेश्वर के लोगों के लिए है। പ്രകാരം പ്രതിഷ്ഠിക്കപ്പെട്ട ശുശ്രൂഷകരെ ഈ ദൈവരാജ്യത്തിന്റെ സേവകരാക്കി और हम देखते हैं ऐसे प्रतिष्ठित समर्पित लोगों को परमेश्वर के राज के सेवक बना देता है। രാവും പകലും ഉപദേശിച്ച് ജനത്തെ തികവിലേക്ക് रात നടത്തുന്നു. और दिन उपदेश देकर के लोगों को सिद्धता में बढ़ाते हैं। നാലാമത് ഈ ദൈവരാജ്യത്തിന് ഒരു പ്രമാണമുണ്ട്, നിയമം. और चौथी बात है परमेश्वर के इस राज्य के लिए एक
व्यवस्था, एक नियम है। ഈ ദൈവരാജ്യത്തിന്റെ നിയമം എന്താണ്? ये परमेश्वर की राज की व्यवस्था नियम क्या है? ആ നിയമത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപം യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ കാണാം. और उस नियम का जो बात है उस यीशु मसीह के पहाड़ी उपदेश में हम देख सकते हैं। ഒരു വിശ്വാസി ജീവിക്കാൻ ആവശ്യമായ പ്രമാണമാണ് ഗിരിപ്രഭാഷണം. और एक विश्वासी के लिए जीवन बिताने के लिए आवश्यक बातें पहाड़ी उपदेश में है। മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ വീട്ടിൽ പോയി നല്ലതുപോലെ ശ്രദ്ധിച്ചു വായിക്കണം. और मत्ती समाचार 5, 6, 7 आप ठीक से जाके घर में पढ़िए। അവിടെ യേശു ഇങ്ങനെ പറയുന്നു, वहाँ यीशु मसीह ऐसा बोलते हैं, സഹോദരനോട് നിസാരായി എന്ന് പറയുന്നവൻ ന്യായാധിപ സഭയുടെ മുൻപാകെ നിൽക്കും. यहाँ लिखा है कि जो भाई को निकम्मा करेगा महासभा में दंड के योग खड़ा होगा। മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാണ്. और अरे मूर्ख बोलने से आपकी नरक के दंड योग होगा। അതാണ് ഈ ദൈവജനത്തിന് കൊടുത്തിരിക്കുന്ന പ്രമാണം. ये परमेश्वर के लोगों को दिया गया व्यवस्था। സഹോദരനോട് കോപിക്കുന്നവൻ കുലപാതകം ചെയ്യുന്നു. और जो भाई से गुस्सा करता है, नाराज करता है, वो हत्यारा होता है। ഇതാണ് ഈ സഭയ്ക്കുള്ള പ്രമാണം. ये कलीसिया के लिए व्यवस्था है। പിന്നെയും താഴോട്ട് പഠിക്കുന്നു, और नीचे पढ़ने से, സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നവൻ അവളോട് ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യും. और यदि स्त्री को अपने मुंह दुर्दृष्टि करता है तो उसे व्यभिचार किया जैसा है। അതുപോലെ തിരിച്ചും പുരുഷനെ സ്ത്രീ മോഹത്തോടെ നോക്കിയാൽ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യും. और उसी प्रकार से उल्टा यदि स्त्री पुरुष को साथ करने से भी वो विचार जैसे है। എന്താണത് വ്യക്തമാക്കുന്നത്? इससे क्या समझते हैं? കണ്ണുമായി ഒരു നിയമം ചെയ്ത് ജീവിക്കണം. इसका मतलब आंख से एक वाचा बांध के जीवन बिताना है। പഴയ നിയമ ഭക്തനായ ഇയ്യോബ് പറയുകയാണ്, एक पुराना नियम का भक्त अय्यूब कहता है, ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിരിക്കുന്നു. मैं अपने आंख से एक समझौता किया है। പുതിയ നിയമസഭയിൽ ജീവിക്കുന്നവർ ഇപ്രകാരം നിയമത്തിൽ ജീവിക്കുന്നവരായിരിക്കും. और नए नियम के लोग जो इस प्रकार के समझौते के साथ जीवन बिताना है। നാവുമായി നിയമം ചെയ്തവർ, और जीभ से समझौता किए हैं, കണ്ണുമായി നിയമം ചെയ്തവർ, आंख से समझौता किए हैं, ശരീരത്തിന്റെ അവയവങ്ങളുമായി നിയമം ചെയ്തവർ. शरीर के अंगों के साथ समझौता किए हैं। ഇത്രയും താഴോട്ട് പഠിക്കുന്നുണ്ട്, और नीचे नीचे पढ़ने से, നിന്റെ ശത്രുവിനെ സ്നേഹിപ്പീൻ, तो अपने शत्रु को प्रेम करना, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. जो आपको तंग करते हैं उनके लिए प्रार्थना करना। പിന്നെയും താഴോട്ട് പഠിക്കുന്നു, और नीचे पढ़ने से, നിന്റെ നീതി മനുഷ്യർ കാണുക ചെയ്യരുത്. तू अपनी धार्मिकता मनुष्यों के सामने नहीं करना। പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ മുഖം വാടിക്കരുത്. और जब प्रार्थना करेगा तो चेहरा मुरझाना नहीं। മുറിയടച്ച് മുറിയിൽ കടന്ന് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിപ്പീൻ. कमरे बंद करके अपने पिता से गुप्त में प्रार्थना करना। 7-ാം അധ്യായം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, और 7वां अध्याय इस प्रकार से अंत करते हैं, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. आपका प्रभु जिस प्रकार से हर प्रकार से पवित्र है, सब बातों में पवित्र होना है। ഇതാണ് ഈ ദൈവരാജ്യത്തിന്റെ പ്രമാണം. यही है परमेश्वर की राज की व्यवस्था। അഞ്ചാമതായി ഈ രാജ്യത്തിനൊരു ശക്തിയുണ്ട്. और पांचवी बात, इस राज्य के लिए सामर्थ्य शक्ति है। ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് ശക്തിയുള്ളതാണ്. परमेश्वर का राज्य बोलने से सामर्थ है इसमें। ദൈവസഭ നിർജീവമല്ല. परमेश्वर का राज्य, परमेश्वर की कलीसिया निर्जीव नहीं है। ദൈവസഭ ചത്തവരുടെ കൂട്ടമല്ല. और परमेश्वर का जो राज्य कलीसिया है वो मरे का झुंड नहीं है। അത് ചത്ത അസ്ഥികൂടങ്ങളുമല്ല. और वो सूखी हड्डियों का ढेर भी नहीं है। ദൈവസഭയിൽ ദൈവശക്തിയുണ്ട്. परमेश्वर की कलीसिया में परमेश्वर की शक्ति होती है। ഉയരത്തിലെ ശക്തി, ऊपर की शक्ति, പരിശുദ്ധാത്മാവിന്റെ ശക്തി, पवित्र आत्मा की शक्ति, അവിടെ ശക്തി വ്യാപരിക്കുന്നു. वो शक्ति वहाँ व्यापृत होती है। രോഗികൾ സൗഖ്യമാകുന്നു. बीमार लोग चंगे होते हैं। ഭൂതങ്ങൾ അലറിയോടുന്നു. दुष्ट आत्माएं भाग जाती है। ദൈവസഭയിൽ ഇതൊക്കെ ഉണ്ടെന്ന്. ये सब परमेश्वर की कलीसिया में होता है। ദൈവശക്തി ഉണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടായിരിക്കും. परमेश्वर की शक्ति होने से ये सब होता है। ദൈവസഭയിൽ കടന്ന് കാല് വെക്കുമ്പോൾ സൗഖ്യമുണ്ടാകും. और परमेश्वर की कलीसिया में पैर रखने से चंगाई शुरू होती है। ദൈവസഭയിൽ പ്രവേശിച്ച് ആരാധിക്കുമ്പോൾ ദൈവശക്തി വ്യാപരിക്കും, സൗഖ്യമുണ്ടാകും. परमेश्वर की राज्य की कलीसिया में रखते ही अब हर प्रकार की चंगाई हमें मिलती है। എല്ലാ ഇരുട്ടും ശക്തികൾ सारे ഓടി. संसार अंधकार की शक्तियां दूर हो जाती है। ഇത് പരിശുദ്ധാത്മാവിന്റെ അത്യന്തമായ ശക്തിയാണ്. ये पवित्र आत्मा की असीम सामर्थ है। ആറാമതായി ഈ ദൈവരാജ്യത്തിന് ആയുധമുണ്ട്. और छठी बात है, इस परमेश्वर के राज्य के लिए हथियार है। ഈ പോരിന്റെ ആയുധം ജഡീകമല്ല. और ये जो लड़ाई का जो हथियार है वो सांसारिक नहीं है। ഒരു രാജ്യത്തിന്റെ ശക്തി അതിന്റെ ആയുധത്തിലാണ് അധിഷ്ഠിതമായത്. और किसी भी राज्य, किसी भी देश का जो ताकत है उसके हथियार में निहित है। ഭാരതം എത്ര വിശാലമാണെങ്കിലും ആയുധമില്ലെങ്കിൽ ഇത് ശക്തമല്ല. और यदि भारत कितना भी विशाल हो, इसके पास हथियार नहीं है तो उसमें ताकत नहीं होता है। ഇതുപോലെ ദൈവസഭയെ സംബന്ധിച്ച് ആയുധം പ്രധാനമാണ്. इसलिए परमेश्वर की कलीसिया के लिए हथियार आवश्यक है। 2 കൊരിന്ത്യർ 10:4 വായിക്കുന്നു, ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീകമല്ല. और दूसरा
कुरिन्थी 10 के 9 में पढ़ते हैं, हमारे हथियार जो है शारीरिक नहीं है। ആയുധമുണ്ട്, പക്ഷെ ജഡികമല്ല. हाँ, हमारे पास हथियार है लेकिन शारीरिक नहीं है। പകരത്തിന് പകരം ചെയ്യുന്ന പോരിന്റെ ആയുധമല്ല. विरोध के विरोध, बदले के बदले करने वाला हथियार नहीं है। ഇങ്ങോട്ട് മുഷ്ടി ഉരുട്ടിയാൽ അങ്ങോട്ട് മുഷ്ടി और ഉരുട്ടും. यहाँ मुट्ठी दिखाने से वहाँ से भी मुट्ठी दिखाएंगे। പല്ലും നഖവും ഇങ്ങോട്ട് കാണിച്ചാൽ അങ്ങോട്ടും കാണിക്കും. അതല്ല ഇവിടുത്തെ ആയുധം. और दांत और नखून दिखाने से वहाँ भी दिखाएंगे, वो यहाँ का हथियार नहीं है। ദൈവസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം സ്നേഹം. परमेश्वर की कलीसिया का पहला हथियार है प्रेम। നമ്മുടെ കയ്യിലുള്ള ആയുധം സ്നേഹം. हमारे हथियार है वो प्रेम है। ആ ആയുധം കയ്യിലുള്ളവർ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. इसके बाद ये हथियार अपने हाथों को लाकर हालेलुया पुकारे। ഹല്ലേലൂയ. മനുഷ്യനെ കീഴ്പ്പെടുത്തുവാൻ ഇതിനേക്കാൾ വലിയ ശക്തമായ മറ്റൊരായുധം. मनुष्य किसी भी मनुष्य को अधीन करने के लिए प्रेम के अलावा कोई हथियार नहीं है। ആത്മീകമായ മറ്റു ചില ആയുധങ്ങളെ കുറിച്ച് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു. और भी कुछ हथियार के बारे में एफेसी किताब 6वां अध्याय में पढ़ते हैं। രക്ഷയെന്ന ശിരസ്ത്രം, और उद्धार रूपी टोप है, നീതി എന്ന മാർഗവചനം, और धर्मी रूपी झलम है, കാലിന് സമാധാന സുവിശേഷം എന്ന ഒരുക്കമെന്ന और ചെരുപ്പ്, पैर के लिए मेल मिलाप की जूती है, അരയ്ക്ക് സത്യം എന്ന ബെൽറ്റ്, और कमर के लिए सत्य रूपी पटुका है, ഒരു കൈയിൽ ദൈവ വിശ്വാസം എന്ന പരിച, और एक हाथ में विश्वास रूपी ढाल है, മറു കൈയിൽ ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ, और दूसरी हाथ में परमेश्वर का वचन रूपी तलवार। ഇതാണ് പോരിന്റെ ആയുധം. यही है हमारा विरोध लड़ाई की हथियार। ഇത് ധരിച്ച് പോർക്കളത്തിൽ നിൽക്കുകയാണ്. और इस सब को पहनकर हम लड़ाई के मैदान में खड़े हैं। ഇതാണ് ആത്മീക ദൈവരാജ്യം. यही है आत्मिक परमेश्वर का ഈ राज्य। ആത്മീക ദൈവരാജ്യമായ സഭ ഇന്ന് ഭൂമിയിലുണ്ട്. और इस प्रकार के परमेश्वर के आत्मिक राज्य कलीसिया संसार में है। ഇതിന്റെ ഉത്ഭവം പെന്തിക്കോസ് നാളിലായിരുന്നു. और इसकी शुरुआत उस पेंतिकोस के दिन से शुरू हुआ। ദൈവസഭയുടെ ആരംഭം പെന്തിക്കോസ് നാളിലാണ്. परमेश्वर की कलीसिया का शुरुआत पेंतिकोस के दिन से हुआ। പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മാവിനെ പകർന്നുകൊണ്ട് ദൈവസഭയ്ക്ക് ദൈവം തുടക്കം കുറിച്ചു. और परमेश्वर के उस दिन में पवित्र आत्मा को दे करके कलीसिया को शुरुआत किया। ഏതാണ്ട് 20ഓളം നൂറ്റാണ്ടുകളായി ദൈവം തന്റെ സഭയുടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. और तकरीबन 20 शताब्दी के पहले से ही अपनी कलीसिया को शुरुआत कर दिया है। 6ാം യുഗമായ കൃപായുഗത്തിന്റെ ഒടുവിൽ और 6वां युग अनुग्रह युग के अंत में യേശു ക്രിസ്തു മടങ്ങി വരും. यीशु मसीह वापस लौट आएंगे। മടങ്ങി വരുമ്പോൾ ഈ ആത്മീക ദൈവരാജ്യമായ ദൈവസഭ ഭൂമിയിൽ നെടുക്കും. और ये आत्मिक जो परमेश्वर का राज्य कलीसिया है इस भूमि से इस संसार से उठा लिया जाएगा। അതോടുകൂടെ 6ാം യുഗമായ കൃപായുഗം അവസാനിക്കും. इसी के साथ 6वां युग समाप्त हो जाएगा। 6ാം യുഗമായ കൃപായുഗത്തിന് ശേഷം 6वां युग अनुग्रह का युग समाप्ति के बाद 2 യുഗങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നു. उसके बाद 2 युग बड़ा प्रधान है, महत्वपूर्ण है। ഒന്ന് ഉപദ്രവകാലം, 2 മഹോപദ്രവകാലം. 7ഉം 8ഉം യുഗങ്ങൾ. पहला है 7वां है क्लेश का समय और 8वां है महाक्लेश का समय। അത് 7 വർഷക്കാലമായിരിക്കും. इसका पूरी जो अवधि है वो 7 साल का है। ആ 7 വർഷക്കാലത്തെ സാത്താന്യ സാമ്രാജ്യത്തിന്റെ അതിന്റെ ഫൈനലാണ്, അവസാനം. और ये जो 7 साल है शैतान के साम्राज्य का अंतिम दौर रहेगा। ഇന്ന് ലോകരാജ്യത്വം ജാതികളുടെ കയ്യിലാണ്. अभी तो संसार का राज्य जातियों के हाथ में है। ആ ജാതീയ രാജ്യത്വത്തിന്റെ അവസാനമാണ് ഈ 7 വർഷ ഭരണം. और उस जातीय जो युग का यानी अधिकार का समापन है जो शैतान का राज का शुरुआत। ഈ 7 വർഷത്തെ ഭരണത്തെ, ആ രാജ്യത്തെ അന്തിക്രിസ്തുവിന്റെ സാമ്രാജ്യം എന്ന് വിളിക്കുന്നു. ये 7 साल के राज्य को ख्रिस्त विरोधी का राज्य होकर कह सकते हैं। ഈ അന്തിക്രിസ്തുവിന്റെ 7 വർഷത്തെ ഭരണം കഴിഞ്ഞ ശേഷം 7 साल का ख्रिस्त विरोधी का राज्य के बाद ഈ ലോകത്തിൽ ഒരു ഭയാനക യുദ്ധമുണ്ടാകും. അതിനെ ഹർമഗദോൻ യുദ്ധം എന്ന് വിളിക്കും. इसके बाद एक भयानक युद्ध होगा, उसे हर्मगदोन का युद्ध होकर ആ कहते हैं। ഹർമഗദോൻ യുദ്ധത്തോടുകൂടെ उस हर्मगदोन युद्ध के द्वारा യേശു ക്രിസ്തു ഈ ഭൂമിയുടെ രാജ്യത്വം यीशु ഏറ്റെടുക്കുകയാണ്. मसीह इस संसार का राज्यत्व यानी हकीमता यानी राज ले लेगा। യേശു ക്രിസ്തു ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുത്തു यीशु കഴിഞ്ഞാൽ मसीह इस संसार का शासन लेने के बाद 1000 വർഷം ഈ ഭൂമി യേശുവിന്റെ ഭരണത്തിന് കീഴിലായിരിക്കും. 1000 साल यीशु मसीह के अधीन में ये राज्य रहेगा। അന്ന് യേശു ക്രിസ്തു ഭൂമിക്ക് രാജാവായിരിക്കും. उस समय यीशु मसीह इस पृथ्वी का राजा होकर रहेगा। സർവ്വ ഭൂമിക്കും രാജാവായിരിക്കും. सर्व भूमि सर्व देश का राजा रहेगा। തന്റെ വിശുദ്ധന്മാർ ക്രിസ്തുവിനോടുകൂടെ ഭരണകർത്താക്കളായിരിക്കും. और उसके पवित्र लोग उसके साथ शासन करेंगे। ആ 1000 വർഷത്തെ ഭരണത്തെ ദൈവരാജ്യത്തിന്റെ 2ാം ഘട്ടമെന്ന് പഠിക്കുന്നു. और वो 1000 साल के राज्य को परमेश्वर के राज का दूसरा पहलू होकर हम देखते हैं। ഞാൻ ഇപ്പോൾ ഈ 2 രാജ്യത്വങ്ങളെയും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്താൻ പോവുകയാണ്. और अभी मैं ये दोनों राज्यों के बीच में
समानता तुलना बताने जा रहा हूँ। 7 വർഷത്തെ എതിർ ക്രിസ്തുവിന്റെ സാമ്രാജ്യം, और 7 साल का ख्रिस्त विरोधी का साम्राज्य, അന്നത്തെ ഭൂമിയിലെ ഭരണം, उस समय के पृथ्वी का राज्य, അന്നത്തെ ഭൂമിയിലെ രീതികൾ, उस समय के पृथ्वी की रीति रिवाज, അതിനുശേഷമുള്ള യേശുവിന്റെ 1000 ആണ്ട് ഭൂമിയിലെ ഭരണം. और उसके बाद 1000 साल के लिए यीशु मसीह का राज्य, 7 വർഷം 1000 വർഷം. और एक 7 साल का राज्य और 1000 साल का ഈ राज्य। 2 സാമ്രാജ്യങ്ങളിൽ ഏതിലൊന്നിലെങ്കിലും നിങ്ങൾ ഉൾപ്പെട്ടേ മതിയാകും. और इस दोनों साम्राज्य के बीच में किसी में भी आप उसमें सम्मिलित होना है। നിങ്ങൾ യേശുവിന്റെ വരവിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ यीशु मसीह के आगमन में उठा लिए नहीं जाने से അന്തിക്രിസ്തുവിന്റെ 7 വർഷ സാമ്രാജ്യത്തിൽ നിങ്ങൾ തീർച്ചയായും അകപ്പെടും. और ख्रिस्त विरोधी के 7 साल के महाराज में आप प्रवेश कर पाएंगे। യേശുവിന്റെ വരവിൽ എടുക്കപ്പെട്ടാൽ यीशु मसीह के आगमन में उठा लिए जाने से 1000 ആണ്ട് യേശുവിനോട് കൂടെ ഭരണകർത്താക്കളായി ഭരിക്കാം. और 1000 साल यीशु मसीह के साथ शासन करेंगे। ഒന്നുകിൽ അന്തിക്രിസ്തുവിന്റെ 7 വർഷത്തെ ഭരണം, नहीं तो एक में 7 साल के लिए ख्रिस्त विरोधी का राज्य में, അല്ലെങ്കിൽ യേശുവിനോട് കൂടെ 1000 ആണ്ട് नहीं ഭരണകർത്താക്കൾ. तो यीशु मसीह के साथ 1000 साल के राज्य में रहना। 2 സാമ്രാജ്യങ്ങളുടെ നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. 2 साम्राज्य हम आपके सामने में रखते हैं, आपको जो पसंद है ले सकते हैं। ഒന്നുകിൽ അന്തിക്രിസ്തുവിന്റെ 7 വർഷത്തെ ഭരണത്തിൽ, नहीं तो एक समय ख्रिस्त विरोधी का 7 साल का साम्राज्य, ഇല്ലെങ്കിൽ 1000 ആണ്ട് യേശുവിനോട് കൂടെ 1000 ആണ്ട് വാഴ്ച. नहीं तो 1000 साल का यीशु मसीह के साथ राज्य। ഈ 7 വർഷത്തെയും 1000 വർഷത്തെയും ഭരണത്തിന്റെ വ്യത്യാസം और ये 7 साल का और 1000 साल के राज्य में फर्क, വ്യത്യാസം നന്നായി മനസ്സിലാക്കിയിട്ട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക്. और इसकी आपस में तुलना करके जो पसंद है आप उसको स्वीकार कर सकते हैं। ഏറ്റവും ഒടുവിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഏത് വേണമെന്ന്. और आप अंत में बोलने से काफी है कि कौन सा चाहिए, അന്തിക്രിസ്തുവിന്റെ സാമ്രാജ്യം വേണമോ യേശുവിന്റെ ഭരണം വേണമോ ആ സാമ്രാജ്യം വേണോ, ഏത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. और ख्रिस्त विरोधी का राज्य चाहिए या यीशु मसीह का राज्य करिए, आप स्वयं कह सकते हैं। യേശുവിന്റെ വരവിന് ശേഷം 7 വർഷം ഈ ഭൂമിയിൽ അന്തിക്രിസ്തുവിന്റെ ഭരണം ഉണ്ടാകും. यीशु मसीह के आगमन के बाद 7 साल इस संसार में ख्रिस्त विरोधी का राज्य रहेगा। ദൈവത്തിന് സ്തോത്രം. प्रभु के नाम की तारीफ हो। അന്ന് ഈ ഭൂമിയെ ഭരിക്കുന്നത് 3 ശക്തികൾ ചേർന്നാണ് 7 വർഷം ഭരിക്കുന്നത്. और 7 साल जो है इस पृथ्वी को 3 शक्ति मिलकर राज्य करेंगे। ചാർട്ടിന്റെ ഈ ഭാഗത്ത് ചെറുതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ये चार्ट के पीछे में संक्षिप्त में ये लिखा गया है, നിങ്ങൾക്ക് കാണാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. और आप देख पाते हैं करके मुझे शक है। വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ഈ പൈശാചിക തൃത്വ ശക്തികളെ ചിത്രീകരിച്ചു. और यहाँ प्रकाशित वाक्य 13वां अध्याय के 8वें वचन में ये शैतान की शक्ति के बारे में 7 വർഷം ഈ ഭൂമിയെ ഭരിക്കുന്ന പൈശാചിക തൃത്വ ശക്തി. हम देखते हैं कि 7 साल ख्रिस्त विरोधी के राज्य में करने वाला त्रिशक्ति। ഒന്നാമത്തെ ശക്തിയാണ് മഹാസർപ്പം. पहला शक्ति है महा अजगर, അതിന് 7 തലയുണ്ട്, उसको 7 सिर है, അതിന് തീ നിറമുണ്ട്. और उसको തീ നിറം आग का रंग है, അതിനൊരു നീണ്ട വാലുണ്ട്. और उसको एक लंबी पूंछ है। ഈ മഹാസർപ്പത്തെ പരിചയമുണ്ടോ? कि इस अजगर को आपको परिचय है क्या? ഏതേൻ തോട്ടത്തിൽ ആദം ഹവ്വമാരെ വഞ്ചിച്ച് വൃക്ഷഫലം തീറ്റിച്ച് തള്ളിയിട്ട ആ മഹാസർപ്പം. और ये है आदन बगीचा में आदम और हव्वा को धोखा देकर उनको गिराया हुआ ये सर्प है महा। അന്നു തൊട്ട് ഭൂവാസികളെ മുഴുവൻ തെറ്റിച്ചുകൊണ്ടിരിക്കുക. उस दिन से लेकर के पृथ्वी के सारे लोगों को ये धोखा देते रहता है। ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളഞ്ഞ മഹാസർപ്പമെന്ന. और पृथ्वी के सारे लोगों को धोखा देकर गिरा दिया हुआ बड़ा अजगर है। ഇപ്പോഴിത് പൂർണ്ണ ശക്തിയോടെ പ്രവർത്തിക്കുന്നില്ല. अभी ये पूर्ण सामर्थ के साथ काम नहीं करता है। അതിന്റെ കാരണം എന്താണെന്നറിയാം? इसका कारण क्या मालूम है? ദൈവത്തിന്റെ സഭയും പരിശുദ്ധാത്മാവും ഭൂമിയിലുള്ളത് കൊണ്ട്. क्योंकि परमेश्वर की कलीसिया और पवित्र आत्मा इस संसार में है। ദൈവത്തിന്റെ വിശുദ്ധന്മാരെയും ദൈവസഭയും സാത്താന് ഭയമാണ്. और परमेश्वर की कलीसिया और परमेश्वर के पवित्र लोगों को ये शैतान डरता है। അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, प्रेरित पौलुस यूं कहता है, സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. और यानी कि शांति का परमेश्वर बहुत जल्दी है इस शैतान को तुम्हारे पैरों से कुचलवा देगा। ഈ മഹാസർപ്പത്തെ വിശുദ്ധന്മാർ അവരുടെ കാൽക്കീഴെ മെതിക്കുന്നു. और बहुत जल्दी ये शैतान को पवित्र लोग अपने पैरों से कुचल डालेंगे। അതുകൊണ്ട് വിശുദ്ധന്മാരുടെ കാല് കാണുമ്പോ ഈ സാത്താന് പേടിയാ. इसीलिए जब पवित्र लोगों का पैर देखता है ये शैतान डरता है। ദൈവത്തിന് സ്തോത്രം. प्रभु के नाम की तारीफ हो। അപ്പോൾ ഒരുപക്ഷെ ചിന്തിക്കും, നമുക്ക് സാത്താനെ മെതിക്കാൻ കഴിയുമോ? तो अभी हम हमारे जीवन में एक सवाल उठता है कि हम शैतान को पैरों से कुचल सकते हैं क्या? യേശു ക്രിസ്തു കാൽവറിയിൽ സാത്താന്റെ തലയെ ചതച്ച് यीशु मसीह कलवरी क्रूस पर शैतान के सिर को उखाड़ डाला ഒരു പകുതി കൊന്നിട്ട് ബാക്കി നമ്മുടെ കയ്യിൽ തന്നിരിക്കും. और आधा मारने के बाद अधमुआ करने के बाद हमारे पास डाल दिया है। ഉദാഹരണമായി പറഞ്ഞ പൂച്ച എലിയെ
പിടിക്കുന്നത് പോലെ. और उदाहरण के तौर पर जिस प्रकार से बिल्ली चूहों को पकड़ती है, വലിയ പൂച്ച എലിയെ പിടിച്ച് പകുതി കൊല്ലും. और बड़ी जो बिल्ली है चूहे को पकड़कर आधा मार देती है, എന്നിട്ട് കുട്ടി പൂച്ചകളുടെ അടുത്തോട്ട് ഇട്ടു കൊടുക്കും. उसके बाद छोटी छोटी बिल्लियों के सामने डाल देती है, അത് പതിയെ അതിനെ അടിച്ച് കളിക്കുന്ന പോലെ. और उसके बाद धीरे धीरे जो बच्चियां हैं उसको मार के खेलती है. നമ്മുടെ കർത്താവ് സാത്താനിന്റെ തലയെ കാൽവറിയിൽ ചതച്ച് हमारा ബാക്കി प्रभु ने- നമ്മുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. हमारा प्रभु ने कलवरी क्रूस पर शैतान को आधा मार दिया और आधा हमारे हाथ में सौंप दिया है. അതുകൊണ്ട് ദൈവജനം സാത്താനെ ഭയപ്പെടേണ്ട. इसलिए परमेश्वर के लोग शैतान से नहीं डरना. യേശു അവന്റെ തലയെ ചതച്ചിരിക്കുന്നു. यीशु मसीह उसके सिर को कुचल डाला है. വിശുദ്ധ സഭയും പരിശുദ്ധാത്മാവും ഭൂമിയിൽ ഉള്ളിടത്തോളം पवित्र कलीसिया और पवित्र आत्मा इस संसार में है, इसलिए इतना बड़ी सामर्थ्य है कि इसे हमें स्वर्ग के पास ले जाता है. സ്വർഗാദി സ്വർഗത്തിന് മീതെ स्वर्ग आदि स्वर्ग के ऊपर हमें ये शक्ति ले जाता യേശുക്രിസ്തു है. മടങ്ങി വരും. यीशु मसीह वापस आता है, കാഹളം ധ്വനിക്കും. तुरी फूकी जाएगी, അവന്റെ വായിൽ നിന്ന് ഗംഭീരധ്വനി മുഴങ്ങും. उसके मुंह से गंभीर आवाज निकलेंगी, പ്രധാന ദൂതന്റെ ശബ്ദം മുഴങ്ങിക്കും. प्रधान दूत की शब्द ललकार होगी. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധ ജീവിതം ചെയ്ത വിശുദ്ധന്മാർ पाए हुए पवित्र जीवन बिताए हुए पवित्र लोग പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ पवित्र आत्मा की शक्ति से ദൈവ സിംഹാസനത്തിലേക്ക് കണ്ണിമിക്കുന്നതിനിടയിൽ പോയി ചേരും. ईश्वर के सिंहासन में पलक मारते ही वहां पहुंच जाएंगे. ഈ ശക്തിയുടെ വലിപ്പം എന്ന് പറയുന്ന അളവറ്റ വലിപ്പമാണ്. और ये शक्ति का सामर्थ्य बोलने से माप है, बिना माप के है. അടുത്ത സമയത്ത് ഒരു പുസ്തകത്തിൽ വായിച്ചു, हाल में मैंने एक पुस्तक में पढ़ा, സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രത്തിൽ പോയി ചേരുവാൻ सूर्य से नजदीक में एक तारे के पास जाने के लिए ഒരു മണിക്കൂറിൽ 2 ലക്ഷം മൈൽ വേഗത്തിൽ ഓടുന്ന ഒരു റോക്കറ്റിൽ കയറി സഞ്ചരിച്ചാൽ 1 मिनट में 2 लाख किलोमीटर जाने वाले एक रॉकेट में बैठकर 14,000 വർഷം സഞ്ചരിച്ചെങ്കിലേ സൂര്യനോട് അടുത്ത് നിൽക്കുന്ന നക്ഷത്രത്തിൽ പോയി ചേരാൻ 14,000 साल में उस सूर्य के पास नजदीक वाले तारे में पहुंचने के लिए इतना लंबा समय लगता है. ഒരു മണിക്കൂറിൽ 2 ലക്ഷം മൈൽ വേഗത്തിൽ ഓടിയാൽ 1 मिनट में 2 लाख मील रफ्तार से जाने से സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രത്തിൽ പോയി ചേരാൻ 14,000 വർഷം വേണം. सूर्य से नजदीक एक तारे के पास पहुंचने के लिए 14,000 वर्ष लगेंगे. ഞാനും നിങ്ങൾ പോകാൻ പോകുന്ന എവിടാണെന്നറിയാം? हाँ, मैं और आप कहाँ जाते मालूम है? ചന്ദ്രമണ്ഡലത്തിനും മീതെ, वो चंद्रमंडल से भी ऊपर, സൂര്യമണ്ഡലത്തിനും മീതെ, सूर्यमंडल से भी ऊपर, ആകാശഗംഗ ഗാലക്സിക്കും അപ്പുറം, आकाश गंगा गैलेक्सी से भी ऊपर, ലക്ഷക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങൾക്കും അപ്പുറം लाखों लाखों नक्षत्र तारों से भी परे ദൈവ സിംഹാസനത്തിൽ ഹല്ലേലൂയ सिंहासन में ദൈവത്തിന്റെ വലഭാഗത്ത് പോയി ചേരാൻ പോവുകയാണ്. परमेश्वर के दाहिने हाथ में बैठने जा रहे हैं. അവിടേക്കുള്ള ദൂരം എത്രയാണെന്ന് അറിയാമോ? वहाँ की दूरी कितनी है मालूम है? മനുഷ്യന്റെ ഒരു യന്ത്രം കൊണ്ട് കണക്ക് കൂട്ടി തീർപ്പാൻ കഴിയില്ല. मनुष्य के किसी भी उपकरण से उसको नापा नहीं जा सकता. പോയി ചേരാൻ എന്തോ സമയം വേണമെന്ന് അറിയാമോ? उसके पास पहुंचने के लिए कितना समय लगेगा मालूम है? ഒരു സെക്കൻഡിന്റെ 1/3 സമയം. 1 सेकंड का 1/3 भाग में. അതിനെയാണ് കണ്ണിമിക്കുന്നതിന് ഇടയിൽ എന്ന് പറയുന്നത്. उसी को बोलते हैं पलक मारते क्षण. നൊടിയിടയിൽ मतलब क्षण भर में. ഇത്രയും സമയം കൊണ്ട് ദൈവസിംഹാസനത്തിൽ പോയി इतने से छोटे समय में परमेश्वर के सिंहासन तक पहुंचना. നമ്മളെ അവിടെ കൊണ്ടുപോയി എത്തിക്കുന്ന ശക്തി ഏതാണ്? वहाँ हमको पहुंचाने वाला शक्ति क्या है? പരിശുദ്ധാത്മാവിന്റെ ശക്തി. पवित्र आत्मा की ഹല്ലേലൂയ! शक्ति. ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കണം. इस पवित्र आत्मा को आपको पाना है. ഈ ശക്തി നമ്മെ यही ദൈവസിംഹാസനത്തിൽ शक्ति കൊണ്ടുപോകും. परमेश्वर के सिंहासन की ओर उठाता है. ഇതാണ് ദൈവരാജ്യം. यही है परमेश्वर का ദൈവം राज्य. അനുവദിച്ചാൽ ബാക്കി നാളെ പറയാം. परमेश्वर यदि अनुमति करेगा तो बाकी बात हम कल बोलेंगे. എല്ലാവരും കണ്ണുകളെ सब അടയ്ക്കാം. लोग अपनी आंखों को बंद करें. എല്ലാവരും മുഴങ്കാൽ सब മടക്കാം. लोग घुटने में बैठ जाए. ദൈവരാജ്യം വചനത്താലല്ല ശക്തിയാൽ അത്രേ. परमेश्वर का राज वचन से नहीं सामर्थ्य में है. ഇന്ന് രാത്രിയിൽ ദൈവരാജ്യം നമ്മുടെ മധ്യേ ദൈവം സ്ഥാപിക്കാൻ പോകുന്നു. आज रात को परमेश्वर का राज हमारे बीच में स्थापित करना കേവലം चाहता है. വചനത്താലല്ല ശക്തിയാൽ, सिर्फ वचन से नहीं सामर्थ्य से. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, परमेश्वर की आत्मा की सामर्थ्य से. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നിങ്ങൾ വിടുവിക്കപ്പെടാൻ പോവുകയാണ്. प्रकार की वश से आप छुड़ाए जाना है. സാത്താന് നിങ്ങളുടെ മേൽ ഇനി അധികാരമില്ല. शैतान को आपके जीवन में कोई हक नहीं है. യേശുക്രിസ്തു കാൽവറിയിൽ സാത്താന്റെ തലയെ ചതച്ചു. यीशु मसीह ने कलवरी क्रूस पर शैतान के सिर को कुचल മരണത്തെയും പാതാളത്തെയും ജയിച്ചിരിക്കുന്നു. और अधोलोक पर जय प्राप्त किया അവിടെ है. യേശു ജയം हमारा പ്രാപിച്ചിരിക്കുന്നു. यीशु जय प्राप्त किया है. യേശു ബലവാനാണ്. यीशु सामर्थ्य है. സാത്താൻ ബലവാനാണെങ്കിൽ യേശുവിൽ അതിലും ബലവാൻ. यदि शैतान सामर्थ्य है तो परमेश्वर सर्व सामर्थ्य
है। രാത്രിയിൽ നിങ്ങൾ വിടുവിക്കപ്പെടാൻ പോകുക. आज रात को आप छुड़ाए जाने वाले हैं। ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഓരോ വ്യക്തികളും, इस मैदान में बैठे हुए एक एक व्यक्ति, ഇരുട്ടിന്റെ അധികാരത്തിൽ ഇരിക്കുന്നവർ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിലും രക്തത്തിലും വിടുതൽ പ്രാപിപ്പാൻ പോകുന്നു. अंधकार की शक्ति से यीशु हालेलुया। से लहू से छुड़ाना है। യേശുവിന്റെ നാമത്തിൽ, यीशु मसीह के नाम से, യേശുവിന്റെ രക്തത്തിൽ यीशु मसीह के लहू से എല്ലാ കെട്ടുകളും അഴിയാൻ പോവുകയാണ്. सारे बंधन टूटने वाले हैं। സാത്താൻ പറയുന്നു നിങ്ങളുടെ കെട്ടുകൾ അഴിയത്തില്ലെന്ന്. शैतान बोलेगा कि आपका बंधन नहीं टूटेगा। പക്ഷേ യേശു പറയുന്നു ഇന്ന് രാത്രിയിൽ നിങ്ങൾ വിടുവിക്കപ്പെടാൻ यीशु പോവുകയാണ്. मसीह बोलता है आपके बंधन टूटने वाले हैं। പാപത്തിന്റെ കെട്ടുകൾ, पाप के बंधन से, രോഗത്തിന്റെ കെട്ടുകൾ, बीमारी के बंधन से, അന്ധകാര ശക്തികളുടെ ബന്ധനങ്ങൾ, अंधकार की शक्ति के बंधन से, കുടുംബജീവിതത്തെ തകർക്കുന്ന കെട്ടുകൾ, पारिवारिक जीवन को तबाह करने वाली शक्ति से, വ്യക്തി ജീവിതത്തെ തകർക്കുന്ന സാത്താന്യ ബന്ധനങ്ങൾ व्यक्ति जीवन को नष्ट करने वाले शैतान के बंधन से ഇന്ന് രാത്രിയിൽ സാത്താന്റെ സാമ്രാജ്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. आज रात ഹല്ലേലൂയ. के राज्य से बाहर आने वाले हैं। നിങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. बाहर आने वाले हैं। നിങ്ങളെ ദൈവരാജ്യത്തിനകത്തേക്ക് കൊണ്ടുവരുന്നു. आपको परमेश्वर ഹല്ലേലൂയ. में लाने वाले हैं। പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ वो पवित्र आत्मा की അന്ന് सामर्थ से പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങിയ അതേ ആത്മാവ്, पेंतिकोस्त के दिन में वही निकला आत्मा, അതേ ആത്മാവ് वही आत्मा, കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ഇറങ്ങിയ അതേ ആത്മാവ്, कोर्नेलियुस के घर में वही आत्मा, എഫെസോസിലെ ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങിയ അതേ ആത്മാവ്, एफेसुस के शिष्यों में आए वही आत्मा, പത്മോസ് ദ്വീപിൽ യോഹന്നാന്റെ മേൽ ഇറങ്ങിയ അതേ ആത്മാവ് पत्मोस टापू में यूहन्ना के पास वही ഇന്ന് आत्मा രാത്രി വേളയിൽ आज रात के ഈ समय ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെ മേലും ഇറങ്ങുവാൻ പോവുകയാണ്. मैदान में बैठे हुए हर एक के ऊपर आएगा। എല്ലാവരും ദൈവശക്തിയാൽ നിറയപ്പെടാൻ പോകുന്നു. परमेश्वर के सामर्थ से भर जाए। കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തൂ. को ताली बजाकर उसकी तारीफ करे। ദൈവത്തിന്റെ ആത്മാവ് എവിടെയുണ്ട് അവിടെ സ്വാതന്ത്ര്യമുണ്ട്. उसकी आवाज दी आत्मा है, वह आजादी है। വായ തുറന്ന് ദൈവത്തെ സ്തുതിക്കുക. मुंह खोल कर प्रभु की അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷകളിൽ സംസാരിക്കുക. अभिषेक में अन्य भाषा में बात करे। ദൈവത്തിന്റെ തേജസ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. की महिमा